GVB ഫാമിലി വ്ളോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാംബസ്ട്രിയുടെ വീഡിയോകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒപ്പം നമ്മൾ നക്ഷത്രത്തെ പറ്റിയുള്ള വിശകലനവും ഒക്കെ ഈ ചാനൽ ചെയ്യുന്നുണ്ട്. ഈ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യുക. ഇന്ന് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പാംബസ്ട്രിയുടെ പ്രത്യേകതരം രേഖകൾ. എല്ലാ ദിവസവും പ്രത്യേകതരം രേഖകളാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് കാണിക്കുന്ന വെച്ചാൽ ചില റെയർ ആയ രേഖകളും കൂടി കാണിക്കുന്നുണ്ട്. സാധാരണ വരയ്ക്കുന്ന ഇമേജിൽ നിന്ന് തിരിഞ്ഞ ഒരു ഇമേജ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല ലക്ഷണങ്ങൾ കാണിക്കുന്ന ഇമേജുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പഴയ വീഡിയോയിലും പുതിയ വീഡിയോയിലും ആയിട്ടൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുമുണ്ട്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് അറിവ് ശേഖരണത്തിൻ്റെ ഭാഗമായി എത്തിക്കാനായിട്ട് ഞാൻ ഇമേജുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇമേജിലേക്ക് പോകാം. ഇതിപ്പോൾ ഒരു ഇമേജാണ്. ഈ ഇമേജ് നമുക്ക് ഓർമ്മ പുതുക്കാണ്ട് പറയാം. ഈ കാണുന്നതാണ് നമ്മുടെ ആയുർരേഖ, ഈ കാണുന്ന നമ്മുടെ ശിരോരേഖ അല്ലെങ്കിൽ ബുദ്ധിരേഖ, ഈ കാണുന്ന നമ്മുടെ ഹൃദയരേഖ അല്ലെങ്കിൽ ആരോഗ്യരേഖ. ഇവിടെ നമ്മുടെ സാധാരണ ഇവിടെ ഇപ്പം മറ്റു കാര്യങ്ങളൊന്നും നിങ്ങൾ പ്രധാനമായിട്ട് നോക്കണ്ട. സാധാരണ ഇമേജ് നമ്മൾ കാണിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ എടുത്ത് പറയും, ഭാഗ്യരേഖയെ പറ്റി പറയും, ഇവിടെയൊക്കെ വരുന്ന ചിഹ്നങ്ങളെ പറ്റി പറയും. ഇത്തവണ ഈ കാണുന്ന വീഡിയോയിൽ നമ്മൾ ഈ ഇമേജിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നില്ല. പകരം പ്രത്യേക ഒരു കാര്യമാണ് പറയുന്നത്. ഇവിടെ കൈ അവസാനിക്കുകയാണ്. ഇങ്ങോട്ട് പിന്നെ നമ്മുടെ കൈത്തണ്ടയിലോട്ട് വരികയാണ്. ആ ഭാഗത്ത് വരുന്ന രേഖകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ രേഖകളുണ്ട്. ആ രേഖകൾ ഒരു ഞാൻ വരച്ച് വേറെ ചെയ്യുന്നതാണ്. പക്ഷേ അതിൻ്റെ രേഖകളെ അറിയപ്പെടുന്ന കങ്കണരേഖകളെന്നാണ്. അപ്പോൾ കങ്കണരേഖകൾ ആരംഭിക്കുന്നതിന് മുമ്പായി ഈ ഫസ്റ്റിൽ ഇവിടെ ഒരു ചെറിയ രേഖയോടുകൂടി ഇതുപോലൊരു ത്രികോണം വന്നു കഴിഞ്ഞാൽ ധനയോഗവും ഭാഗ്യവുമാണ് ആ വ്യക്തിക്ക് ലഭിക്കുന്നത്. വളരെയധികം ധനയോഗം, വളരെയധികം റയറായ കേസുകളിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ കാണുകയുള്ളൂ. അങ്ങനെ എല്ലാവരുടെയും ഹസ്തത്തിൽ ഇങ്ങനെ കാണാറില്ല. അതായത് ഈ ഭാഗങ്ങളിൽ ത്രികോണം വരിക. കാരണം ഇവിടെയെല്ലാം ചിലപ്പോൾ ലൈഫ് ലൈനിൻ്റെ വരകളായിരിക്കും. അതായത് ആയുർരേഖയുടെ വരകൾ ഇവിടെ വരും, ഇവിടുന്ന് ഭാഗ്യരേഖ പൊട്ടിപ്പുറപ്പെടും, അങ്ങനെ പലതും ഉണ്ടാവും. പക്ഷേ ഇവിടെ ഒരു ത്രികോണം വരിക എന്ന് പറയുന്നത് അങ്ങനെ വിരളമായ കേസുകളിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കത് ഒരു അത്ഭുത ഒരു ചിഹ്നമായിട്ട് പറയാം ഈ ഭാഗത്ത് ത്രികോണം വരുന്നത്. കൈകളിൽ ത്രികോണം എവിടെ വരുന്നതും നമുക്ക് ബാഹ്യമുള്ള കാര്യങ്ങളാണ്. ത്രികോണങ്ങളെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇനിയും ചെയ്യുന്നതുമുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മറ്റൊരു ഇമേജ് കാണാം. ഇത് മറ്റൊരു ഇമേജാണ്. ഈ ഇമേജിൽ ഒരു വലിയ പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത? ഇതാണ് ഞാൻ പറഞ്ഞ റയറായ കാര്യങ്ങൾ. ഞാൻ ആദ്യകാലത്ത് വീഡിയോകൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഇതേ രീതിയിലായിരുന്നു എല്ലാ ഹാൻഡുകൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ആദ്യം കാണിച്ച രീതിയിലുള്ള ഹാൻഡുകൾ ചെയ്യാൻ തുടങ്ങിയത്. ഈ ഹാൻഡ് അത് റെയർ ആയിരുന്നു. ഇത് കൂടുതലും എല്ലാവരും കാണുന്ന ഹാൻഡ് ഇപ്പം ഞാൻ ആദ്യം കാണിച്ച മോഡലിൽ ഹൃദയരേഖ ഇവിടുന്ന് ആരംഭിച്ചിട്ട് ഈ ഒരു ലൈനിൽ പോയി നിൽക്കുന്നതാണ് സാധാരണ എല്ലാ ഹാൻഡ്. പക്ഷേ ഇവിടെ വരുന്ന ഈ ഹാൻഡിൽ ഞാൻ ആദ്യ കാലത്ത് ഇട്ടിരുന്ന ഹാൻഡ് ഇത്രയും ഹാൻഡുകളായിരുന്നു. ഇത് ഒരു റെയർ ഹാൻഡാണ് ശരിക്കും. അത് ഈ അടുത്ത കാലത്താണ് ഇത് റെയർ ഹാൻഡാണ് എന്ന് എനിക്ക് മനസ്സിലായത്. കാരണം വെച്ച് കഴിഞ്ഞാൽ പഴയ വീഡിയോകളിൽ നമ്മൾ ഈ ഒരു ഹാൻഡാണ് ഒരു ഡെമോയ്ക്ക് വേണ്ടി വരച്ചു. പക്ഷേ ഡെമോയ്ക്ക് വരയ്ക്കുമ്പോൾ മറ്റേ ഹാൻഡാണ് കാരണം എല്ലാവർക്കും ഉണ്ട്. ഈ ഹാൻഡ് ഉള്ളവർ ഈ ഹാൻഡിൽ എങ്ങനെയാണ് പ്രത്യേകത പറഞ്ഞുതരാം. ഇവിടെ ആയുർരേഖ ഇത്, നമ്മുടെ ശിരോരേഖ ഇത് ബുദ്ധിരേഖ എന്ന് പറയും, ആരോഗ്യരേഖ ഹൃദയരേഖ ഇതാണ്, പിന്നെ ഭാഗ്യരേഖ ഇത് ഫടി എന്ന് വേണമെങ്കിലും വരാം. ഇനിയിപ്പോൾ ഇവിടെ പറയാനുള്ളത് ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആയുർരേഖ ആരംഭിച്ചവിടത്തു നിന്ന് തന്നെ പൊട്ടിപ്പുറപ്പെട്ട് ശിരോരേഖ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചില സമയം ഇവിടുന്ന് ആരംഭിക്കുന്ന ഹൃദയരേഖ ഇവിടെ പോയി നിൽക്കുന്നതാണ് സാധാരണ ഇമേജുകളിൽ കിടക്കുന്നത്. ഇപ്പോൾ അടുത്ത കാലത്ത് ചെയ്തിരിക്കുന്ന ഇമേജുകളിലല്ലേ ഇവിടെ വന്നിങ്ങനെ നമ്മുടെ ഹൃദയരേഖ അവസാനിക്കും. പക്ഷേ ഇവിടെ കണ്ടോ, ഈ ഹൃദയരേഖ തുടങ്ങുന്നത് ഇവിടുന്നോ അല്ലെങ്കിൽ ഇവിടുന്ന് തുടങ്ങുന്ന ഹൃദയരേഖ വന്ന് അവസാനിക്കുന്ന ഒരു നൂല് പോലെ വന്ന് അവസാനിക്കുന്നത് ഈ ഇതിൻ്റെ തുടക്കത്തിലായിരിക്കും. അതായത് 3 രേഖകളും ഒരേ ഭാഗത്തുനിന്ന് പൊട്ടിപ്പുറപ്പെടും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി വളരെയധികം ധനവാനായിത്തീരും. പക്ഷേ കുറേ അധികം കഷ്ടപ്പാടുകൾ ജീവിതത്തിൽ സഹിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ആ വ്യക്തി ധനവാനാകുകയുള്ളൂ. കാരണം ഇതൊരു പ്രത്യേകതരം രേഖയാണ്. കാരണം ഇങ്ങനെയുള്ള രേഖ ഹാൻഡിൽ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ലെങ്ത് കൂടുതലാണ്. സാധാരണ ആളുകളെക്കാളും ബുദ്ധി, സാധാരണ ആളുകൾക്കുള്ള ആരോഗ്യം, സാധാരണ ആളുകൾക്കുള്ള ആയുസ് കൂടുതൽ തുടങ്ങിയ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ കാലം ജീവിച്ചിരിക്കുകയും കൂടുതൽ ബുദ്ധിമാനാവുകയും കൂടുതൽ ആരോഗ്യവാനാവുകയും ചെയ്യുമ്പോഴും അത്രയും വെല്ലുവിളികൾ ഏറ്റെടുക്കേണ്ടി വരും. എന്തെല്ലാം വെല്ലുവിളികൾ വരും? എങ്ങനെയാണ്? കൂടുതൽ ആയുസ്സുണ്ടെന്ന് കരുതുക. കൂടുതൽ ആയുസ്സുള്ള ആളുകൾക്ക് ജീവിതത്തിൽ കൂടുതൽ തടസ്സങ്ങളാണ് വരിക. അറിയാമല്ലോ, ജീവിതം എന്ന് പറയുന്നത് വളരെയധികം തടസ്സങ്ങളെ തരണം ചെയ്ത് പോകേണ്ടതുകൊണ്ട് കൂടുതൽ തടസ്സങ്ങളും പ്രശ്നങ്ങളും വിഷയങ്ങളും ആ വ്യക്തിക്ക് കൂടുതലായി വരും. കാരണം ഈ ഒരു ആയുർരേഖ ഇതുപോലെ വൃത്തിയായിട്ടൊന്നും ഇരിക്കില്ല. ഇതിലെ ഇങ്ങനെ വരയും ഒട്ടലും നക്ഷത്ര ചിഹ്നവും ക്രോഫും ഒക്കെ വന്ന് ഓരോ പ്രായവും രോഗങ്ങളും പ്രശ്നങ്ങളുമായി അടിമപ്പെട്ടിട്ടാണ് ആ വ്യക്തി ഇവിടെ വരുമ്പോൾ താഴെ വരെ ലൈഫ് തീരുന്ന വരെ പോവുക. ഇനി അതുപോലെ തന്നെ ബുദ്ധിരേഖയാണെങ്കിലും ചുമ്മാ ഇങ്ങനെ പ്ലെയിനായി കിടക്കില്ല. ഇങ്ങനെ കിടക്കുന്നതെങ്കിൽ ആ വ്യക്തി രാജയോഗത്തിലായിരിക്കും കിടക്കുക.
ഇങ്ങനെ മറ്റ് രേഖയൊന്നുമില്ല, ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ കൊള്ളാം. അങ്ങനെ ഒരു രേഖയില്ല. അങ്ങനെ ഒരു രേഖയുണ്ട്, ഇങ്ങനെ രേഖയുണ്ട്. പക്ഷേ ഈ രേഖയ്ക്ക് മേളിൽ കൂടിയല്ല കുനുകുനെന്ന് മറ്റ് രേഖകൾ കണ്ടിരിക്കും. ഇങ്ങനെ പ്ലെയിനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നല്ല യോഗമാണെന്ന് നമുക്ക് പറയാം. എല്ലാവരുടെ കൈകൾ നമ്മൾ കാണാറില്ല. പക്ഷെ ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ് രേഖയെങ്കിലും ഇവരെ കുറേയധികം തടസ്സങ്ങൾ രേഖകൾ കാണും. ഇനി ഈ ബുദ്ധിരേഖ ഇത്രയും നീണ്ടിരിക്കുമ്പോൾ സാധാരണ ആളുകൾക്ക് ബുദ്ധി ഉള്ളതുകൊണ്ട് തന്നെ ബുദ്ധിമാനായ വ്യക്തി പറയുന്നത് സാധാരണ ആളുകൾക്ക് മനസ്സിലാവുകയില്ലല്ലോ. അതും ഒരു വെല്ലുവിളി തന്നെയാണ്, ജീവിതത്തിലൊരു തടസ്സമാണ്. ബുദ്ധിമാനായ വ്യക്തി കൂടെയുള്ള ആളുകൾക്ക് ആ ഒരു ലെവലിൽ ചിന്തിക്കാൻ ബുദ്ധിയൊന്നുമില്ലെങ്കിൽ എന്നും വാക്കുതർക്കങ്ങൾ, വാദപ്രതിവാദങ്ങൾ തുടങ്ങിയവയിൽ പെട്ടുപോകും. അതുപോലെ തന്നെ ആരോഗ്യരേഖ ഇവിടം വരെ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ആരോഗ്യം കൂടുതലാണെങ്കിൽ നമുക്കറിയാം, ആരോഗ്യം എന്ന് പറയുന്നതിന് 2 രീതിയിലാണ് നമ്മൾ അളക്കുന്നത്. ഏത് രീതിയിലാണ്? ഒന്ന്, കാണുമ്പോൾ കാഴ്ച തടിയുള്ള വ്യക്തിയെ ആരോഗ്യവാനായി നമ്മൾ പറയുന്നു. 2, കൂടുതൽ നേരം ജോലി ചെയ്യാൻ ശക്തിയുള്ള ആളെ നമ്മൾ ആരോഗ്യവാനായി പറയുന്നു. നല്ല കായിക ബലമുള്ള, നല്ല ഒരു ജിമ്മ് പോലിരിക്കുന്ന മഫിൽമാനായ ആളെ നമ്മൾ ആരോഗ്യവാനായി പറയുന്നു. പക്ഷേ മെലിഞ്ഞിരിക്കുന്ന ഒരാളാണെങ്കിലോ ആ വ്യക്തിയെ ആരോഗ്യവാനായി പറയില്ല. ചിലപ്പോൾ ആ വ്യക്തി ആരോഗ്യവാനായ വ്യക്തി ആയിരിക്കും. ഏതെല്ലാം രീതിയിൽ നമുക്ക് ആരോഗ്യവാനെന്ന് പറയാം? മറ്റ് രോഗങ്ങളൊന്നും ഇല്ലെങ്കിൽ, രക്തദൂഷ്യങ്ങളോ മറ്റ് ശരീര രോഗങ്ങളോ ഒന്നുമില്ല, ആ വ്യക്തി മെലിഞ്ഞ വ്യക്തിയാണ്, ആ വ്യക്തി ആരോഗ്യവാനാണ്. പക്ഷേ കാഴ്ചയിലുള്ളവരെന്ത് പറയും? ആ വ്യക്തി വീക്കാണെന്ന് പറയും. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ആരോഗ്യമില്ല, കണ്ടില്ലേ, ഒന്നിനും കൊള്ളാത്ത ഒരാളാണെന്ന് പറയും. ഇത് ആ വ്യക്തിക്ക് ഈ ആരോഗ്യരേഖ ഉണ്ടെങ്കിലും അതൊരു വെല്ലുവിളിയാണ്. കാരണം ആ വ്യക്തിയുടെ രൂപം. ഇനി വണ്ണമുള്ളതും വളരെ മഫിൽമാനായ ഒരു വ്യക്തിയാണ് ഈ ആരോഗ്യരേഖയോട് കൂടിയുള്ളെങ്കിൽ തീർച്ചയായും മറ്റുള്ള ആളുകളെ ബലാബല പരീക്ഷണങ്ങൾക്ക് വിളിക്കും. അത് മറ്റൊരു വെല്ലുവിളി. അപ്പോഴും ലൈഫ് തടസ്സമാണല്ലോ. ആരെങ്കിലും വന്ന് കീഴ്പ്പെടുത്തിയാലോ? എല്ലാ ആളുകളെയും ജയിക്കുന്നൊരു ബലവാനില്ല. കാരണം ഒരു ജയമുണ്ടെങ്കിൽ പിന്നീടൊരു കാലത്ത് ഒരു തോൽവി ഇരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒരാളുടെ മുമ്പേ ഒരാൾ തോക്കും. അതങ്ങനെയാണ്. ഒരാളുടെ മുമ്പ് എല്ലാ ആളുകളും എല്ലാവരെയും ജയിക്കാറില്ല. അങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ഒരു വെല്ലുവിളിയാണ്. ഈ 3 രേഖകൾ ഇങ്ങനെ റെയറായിട്ട് നിൽക്കുമ്പോൾ ഇത് കൂടുതൽ ആ വ്യക്തിക്ക് ധനയോഗം, പ്രശസ്തി തുടങ്ങിയവ ലഭിക്കും. എങ്ങനെയാണ് ലഭിക്കുക? ആ വ്യക്തി ജീവിതത്തിൽ ഈ തടസ്സങ്ങളെ മറികടക്കാൻ എടുക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും ആ വ്യക്തിക്ക് വിജയങ്ങൾ നേടുന്നതിൻ്റെ ഒരു ജീവിത ചക്രം വരുമ്പോൾ ചില ആളുകൾ അവർ ആരാധനയോടെ കൂടി നോക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെയൊക്കെ കൂടുതൽ വെല്ലുവിളികൾ നേടേണ്ട വന്ന ആ ആളുകൾ ഇത് തരണം ചെയ്ത് പോയ രീതി കാണുമ്പോൾ അത്ഭുതം തോന്നും. എങ്ങനെ ഇതൊക്കെ തരണം ചെയ്യാൻ പറ്റി? കാരണം ആ വ്യക്തികളുടെ കഴിവതാണ്, ഇത് തരണം ചെയ്തിരിക്കും. അപ്പം റഫൈ ഇതൊരു പ്രത്യേക രേഖയാണ്. ഞാൻ ആദ്യ കാലങ്ങളിൽ വരച്ചിരുന്ന രേഖകൾ ഈ മോഡലായിരുന്നു. പക്ഷേ പിന്നീടാണ് കൂടുതൽ ശ്രദ്ധിച്ചത് അപ്പുറത്ത് ഞാൻ ആദ്യം കാണിച്ച ഇമേജ്, അതായത് ഞാൻ ഒന്നുകൂടി കാണിക്കാം. ഈ കാണിച്ച ഇമേജിലുള്ള രീതിയിലുള്ള ഹാൻഡാണ് മിക്ക ആൾക്കാരുടെയും കയ്യിലുള്ളത്. ഞാൻ ഇപ്പം കാണിച്ചിരുന്ന ആ ഒരു ഹാൻഡ് ഈ ത്രികോണചിഹ്നം ഒഴിവാക്കിയിട്ട് ഈ രീതിയിൽ ഹൃദയരേഖ വിടുന്ന് തുടങ്ങുന്നു, ബുദ്ധിരേഖ ഇവിടെ വരുന്നു, ആരോഗ്യ താഴോട്ട് പോകുന്നു, ഭാഗ്യരേഖ മേളിലോട്ട് പോകുന്നു. ഈ രീതിയിലുള്ള ഹാൻഡാണ് നോർമലായ എല്ലാവർക്കും ഉള്ള ഹാൻഡുകൾ. ആദ്യകാലത്ത് ഞാൻ ഡെമോയ്ക്ക് വരച്ചിരുന്നത് ഇപ്പം ഞാൻ കാണിച്ച റെയർ ഹാൻഡുകളായിരുന്നു, മനസ്സിലാക്കുക. അപ്പോൾ അന്ന് ഡെമോ പറഞ്ഞിരിക്കും സംഭവം ഒന്ന് തന്നെ, ബുദ്ധിരേഖ ഇതാണ്, ഹൃദയരേഖ ഇതാണെന്ന് മനസ്സിലാക്കി എനിക്ക് പോയാൽ മതി. പക്ഷേ ഇതൊരു റെയർ ഹാൻഡാണെന്ന് ഞാൻ ഇന്ന് എടുത്ത് നിങ്ങളോട് പറയുകയാണ്. ആദ്യകാലത്ത് ഞാൻ ഇത്ര ഹാൻഡുള്ളവരെ കണ്ടിട്ടുള്ളതുകൊണ്ടാണ്, കൂടുതൽ ആളുകളെ കണ്ടിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ അത്ര ഒരു ഹാൻഡ് വരച്ചത്, മനസ്സിലാക്കുക. പക്ഷേ അത് റെയർ ഹാൻഡ് ആണെന്നുള്ള സത്യം ഇന്ന് നിങ്ങൾക്ക് മുമ്പ് ഞാൻ വിളിച്ച് പറയുകയാണ്. കാരണം വെച്ചാൽ അതൊരു റെയർ ഹാൻഡാണ്. ഈ ഹാൻഡും നമുക്ക് ഡെമോ ആയിട്ട് ഉപയോഗിക്കാം, ഇമേജായിട്ട് ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല, മനസ്സിലാക്കിയിരുന്നാൽ മതി. എവിടുന്നുമാണ് നമ്മളിവിടെ പറയുന്ന കാര്യം ആകെ ഇതേ ഉള്ളൂ. ഇതിനിടയിൽ വരുന്ന ലൈനുകളും ചിഹ്നങ്ങളും മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇനി മറ്റൊരു ഇമേജ് കൂടി കാണിക്കാം. ഇത് മറ്റൊരു നോർമൽ ഇമേജാണ്. ഇവിടെ നമ്മൾ കഴിഞ്ഞ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞുകൊണ്ടൊരു ചിഹ്നത്തെപ്പറ്റി പറഞ്ഞു. അനന്തരേഖ എന്ന് മലയാളത്തിൽ പറയും. അനന്തമായ സാധ്യതകൾ കാണുന്ന ഒരു നാഴികമണിയോടുകൂടി, നാഴികമണിയല്ല, നമ്മുടെ മണൽ ഘടികാരം, നാഴികമണി എന്ന് ആണ് എപ്പോഴും എനിക്ക് മനസ്സിലോട്ട് വരിക. അപ്പം ഇതിനെ നാഴികമണി എന്ന് പറയുന്നവരുമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മണൽ ഘടികാരം അല്ലെങ്കിൽ നാഴികമണി എന്നൊക്കെ പറയുന്ന ആ ഒരു ചിഹ്നം എൻ്റെ ബെറിൽ ഇതിലേക്ക് വരുന്നുണ്ട്, ക്ഷമിക്കുക. ഓക്കെ, ആ ഒരു ചിഹ്നം കഴിഞ്ഞ ഇവിടെ വരുന്നതാണ് ഞാൻ കാണിച്ചത്. ഈ ഒരു ഭാഗത്ത് വരുന്നതാണ് കാണിച്ചത്. ഹൃദയരേഖയുടെയും ബുദ്ധിരേഖയുടെയും ഇത് കണ്ടോ, ഈ മോഡലാണ് സാറിന് ഹാൻഡ് ഞാൻ പറഞ്ഞിരുന്നത്. മറ്റേ റെയർ ഗ്രാഫാണ് പറഞ്ഞത്, മനസ്സിലായി. ഇപ്പം ഞാൻ ഡെമോയ്ക്ക് കാണിച്ചത് ഈ ഹാൻഡ് തന്നെയാണ്. നോർമൽ മോഡൽ എല്ലാവരുടെയും. അപ്പോൾ ഇവിടെ ഒരു മണൽ ഘടികാരത്തിൻ്റെ ചിഹ്നം അല്ലെങ്കിൽ ഇൻഫിനിറ്റി ലൈൻ ചിഹ്നം വന്നു കഴിഞ്ഞാലുള്ള ഗുണങ്ങളെയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സംസാരിച്ചത്. ഇന്ന് അതുപോലെ തന്നെ അനന്തരേഖ ഇവിടെ വന്നിരിക്കുകയാണ്. എവിടെയാണ്? ആയുർരേഖയുടെ ഇടയിലും ബാഹ്യരേഖയുടെ ഇടയിലുമായിട്ട് ഇവിടെ അനന്തരേഖ വന്നിരിക്കുകയാണ്. ഇതും വളരെയധികം അനന്തമായ സാധ്യതകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. ഏത് ജോലി, ഏത് ബിസിനസ്, എന്ത് കാര്യങ്ങൾ ചെയ്താലും വളരെയധികം ജീവിതത്തിൽ ഉയർച്ച തുടങ്ങിയ കാര്യങ്ങൾ, എവിടെ ചെന്നാലും അവസരങ്ങളാണ് നോക്കിയിരിക്കുന്നത്. ആ വ്യക്തിക്ക് എന്ത് കഴിവുണ്ടോ അതിനനുസരിച്ചുള്ള അവസരങ്ങൾ ആ വ്യക്തിയിലേക്ക് ആകർഷിക്കപ്പെടും. അതാണ് ഈ അനന്തരേഖയുടെ
ഗുണം, അനന്തമായ സാധ്യതകൾ. അനന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ത്യമില്ലാത്തത്, മനസ്സിലാക്കുക. അന്ത്യമില്ലാതെ പരന്നു കിടക്കുന്ന സാധ്യതകൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ് ഈ കാണുന്നത്. അതും ബാഹ്യരേഖയോടും ആയുർരേഖയോടും കൂടിയിരിക്കുന്നതുകൊണ്ട് തന്നെ വളരെയധികം ഉയർച്ച ലഭിക്കും. ഇവിടെയാണെങ്കിൽ ബുദ്ധിപരമാണെങ്കിൽ ബുദ്ധിയും ആരോഗ്യവും കൂട്ടിയാണെങ്കിൽ ഇവിടെ ആയുഫും ബാഹ്യവും കൂട്ടിയുള്ള അനന്തമായ സാധ്യതകളാണ് അവിടെ വരുന്നത്. എന്തു വേണേ സംഭവിക്കാം. ആ രേഖ തെളിയുന്ന ആളുകൾക്കാണ് അതിൻ്റെ ആയ യോഗം ലഭിക്കുക. ഫോക്കസ് ഔട്ടായിരുന്നു, ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു വ്യക്തിക്ക് ആണ് അത് ശരിക്കും മനസ്സിലാവും. അത്തരൊരു രേഖ ഓരോരോ കയ്യിലുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, നിങ്ങളുടെ പിതാവിൻ്റെ, മക്കളുടെ, അതുപോലെ നിങ്ങളുടെ ഭാര്യയുടെ, ബന്ധുക്കളുടെ, സഹോദരങ്ങളുടെ, ആരുടെ വേണേലും നിങ്ങൾ പരിചയപ്പെടുന്ന വ്യക്തിയുടെ ആരുടെ വേണേലും ഹാൻഡിൽ ഇതുപോലൊരു ചിഹ്നം, ഇൻഫിനിറ്റി ചിഹ്നം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അനന്തമായ സാധ്യതകളാണ്. ഒന്നും അവരിപ്പോഴത്തെ ഒരു സാഹചര്യം കൊണ്ട് ദുഃഖിക്കേണ്ട. അവരുടെ ജീവിതത്തിൽ വളരെയധികം നല്ല നല്ല കാര്യങ്ങൾ നടക്കുമെന്നുള്ള ചിഹ്നമാണ്. ഇതിനിടയ്ക്കെല്ലാം തടസ്സചിഹ്നങ്ങൾ അവിടുന്ന് ഇവിടുന്ന് എല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം തട്ടിയെറിഞ്ഞ് പോകാനുള്ള കഴിവ് അവർക്കുണ്ട്. ഇനി പ്രധാനപ്പെട്ട നമ്മുടെ നിയമം മനസ്സിലാക്കുക, ഓർത്തിരിക്കുക. പുരുഷന്മാർക്ക് വലത് കൈ, സ്ത്രീകൾക്ക് ഇടത് കൈ എന്നുള്ളത് ഓർക്കുക. പുരുഷൻ സ്ത്രീയുടെ കൈ നോക്കുമ്പോൾ സ്ത്രീയുടെ ഇടത് കൈ നോക്കുക, സ്ത്രീ പുരുഷൻ്റെ കൈ നോക്കുമ്പോൾ പുരുഷൻ്റെ വലത് കൈ നോക്കുക. രണ്ട് സ്ത്രീകൾ തമ്മിൽ നോക്കുമ്പോൾ ഇടത് കൈയിൽ മാത്രം നോക്കുക, രണ്ട് പുരുഷന്മാർ തമ്മിൽ നോക്കുമ്പോൾ വലത് കൈ മാത്രം നോക്കുക. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അതുകൊണ്ട് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ചില ഇമേജുകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ പാമിസ്ട്രി അല്ലെങ്കിൽ ഹസ്തരേഖ പഠനത്തിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ ഇവിടെ ജ്യോതിഷത്തിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്, ജാതകത്തിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്, ഗ്രഹനില, യോഗങ്ങൾ, പൊരുത്തം, ദിനപ്പൊരുത്തം, സ്വഭാവങ്ങൾ, എങ്ങനെ മനുഷ്യനെ മനസ്സിലാക്കാൻ, ലക്ഷണങ്ങൾ, അതെല്ലാം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ ലക്ഷണങ്ങൾ സംസാരിച്ച സമയത്ത് കാൽപാദത്തിൻ്റെ ലക്ഷണങ്ങൾ സംസാരിച്ചിരുന്നു, അതുപോലെ തന്നെ നെറ്റിയുടെ ലക്ഷണങ്ങൾ സംസാരിച്ചിരുന്നു. അങ്ങനെ പല ലക്ഷണങ്ങളെ പറ്റി സംസാരിച്ചിരുന്നു. ഈ പാമിസ്ട്രി എന്ന് പറയുന്നത് ഹസ്തരേഖയാണ് നമ്മളിവിടെ പറയുന്നതെങ്കിലും ചില സമയങ്ങളിൽ നമുക്ക് ചില പാമിസ്ട്രിൻ്റെ രീതിയിലല്ലെങ്കിൽ പോലും ചില ലക്ഷണങ്ങൾ നോക്കാൻ നമ്മുടെ കാൽപാദത്തിന് അടിയിലും ചില വരകളുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ്, ആർക്കും കാണാനാവുകയില്ല. ഈ ഭൂമിയിൽ സ്വയവും കാണാനാവുകയില്ല. കൈയാണെങ്കിൽ നമ്മളിങ്ങനെ എടുത്ത് മറിച്ച് നോക്കി നമുക്ക് കാണാം. പക്ഷെ സ്വന്തം കാൽപാദത്തിനടിയിലെ വരകൾ, അതിൻ്റെ എന്താണ് അതിൻ്റെ ഗുണം? ഇന്നുവരെ ആരും പൊക്കിപ്പിടിച്ച് കാലെടുത്ത് കാണിക്കാറില്ല. ആരും മനസ്സിലാക്കണം. ചില സമയങ്ങളിൽ കാൽപാദത്തിന് അകത്തു വരുന്ന ലൈനുകളിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് തന്നെ ചില മനുഷ്യൻ്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. കണ്ണുകൾക്ക് താഴെ വരുന്ന ചില കറുപ്പുകൾ കൊണ്ട് തന്നെ ചില ആളുകൾക്ക് ചില ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. നെറ്റിയിൽ ഇവിടെ ഉണ്ടാകുന്ന വരകളുണ്ട്. വരകൾ ചെറുപ്രായത്തിൽ വരും വരകൾ. ചിലർക്ക് പ്രായപൂർത്തിയായ ശേഷം, ചിലർക്ക് യൗവനത്തോടു കൂടി, ചിലർക്ക് വാർദ്ധക്യത്തോടു കൂടി നെറ്റിയിൽ വരകൾ വരും. ആ വരകൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു. മൂക്കുകളിലുണ്ടാകുന്ന മറുകൾ, മൂക്കുകളിലുണ്ടാകുന്ന വര, അതുപോലെ തന്നെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചില മറുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്നിച്ച് ഒരാളുടെ ബാഹ്യാനുഭവത്തിൽ നിൽക്കുന്ന സമയത്താണ് ആ വ്യക്തി വളരെയധികം രാജയോഗത്തിൽ പോവുക. അതുപോലെ തന്നെ ജ്യോതിഷപരമായ അയാളുടെ ഗ്രഹനിലയും സ്ട്രോങ് ആയി നിൽക്കുന്ന സമയത്താണ് അയാൾ രാജയോഗത്തിലേക്ക് പോവുക. എന്തുകൊണ്ടാണ് ഇന്ന രേഖയുണ്ട്, ഇന്ന ചിഹ്നമുണ്ട്, എന്തുകൊണ്ടാണ് തടസ്സം? എന്തായിരിക്കും തടസ്സം? ഒരു പക്ഷേ കാലുകളുടെ വിരലുകളുടെ രൂപമായിരിക്കാം, ലക്ഷണ പ്രശ്നങ്ങളായിരിക്കാം, ലക്ഷണ പെശകുകളായിരിക്കാം, നമ്മുടെ നടക്കുമ്പോഴുണ്ടാകുന്ന നമ്മുടെ ചില ചലനങ്ങളുടെ തകരാറുകളായിരിക്കാം, നമ്മുടെ പുരിയത്തിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം, നമ്മുടെ വായിലെ പല്ലുകളുടെ ഒരു അലൈൻമെൻറ്റിൻ്റെ പ്രശ്നമായിരിക്കാം. ചില ലക്ഷണക്കേടുകളും ബാഹ്യക്കേടുകളും വായിലെ പല്ലുകളടക്കം കൊണ്ടുവരും. കാരണം അത് മാറ്റുമ്പോഴാണ് ചിലർക്ക് വിജയം വരുന്നത്. ചിലർക്ക് സ്വന്തം മുഖം എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ്, പ്ലാസ്റ്റിക് സർജറി പോലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് ആ വ്യക്തി രാജയോഗത്തിലെത്തുന്നത്. മൂക്കിൻ്റെ രൂപം മാറ്റുക, കണ്ണുകളുടെ രൂപം മാറ്റുക, കണ്ണുകളിൽ ചില പ്രത്യേകതരം ലെൻസുകൾ വെക്കുക തുടങ്ങിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കാതിൽ കമ്മൽ, കടുക്കൻ മുതലായ കാര്യങ്ങൾ പിടിപ്പിക്കുക, ചില മാലകൾ ഇടുക, രുദ്രാക്ഷം പോലുള്ള ചില സാധനങ്ങളൊക്കെ ചിലർ ഉപയോഗിക്കാറുണ്ട്. ചില ആളുകൾ അത് ചെവിയിൽ കുത്തിക്കയറ്റുന്നവരുണ്ട്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ചെവിയിൽ അത് ധരിക്കുന്നവരുണ്ട്, ചെറുതായിട്ട് രുദ്രാക്ഷം പോലുള്ളതോ. അങ്ങനെ കഴുത്തിൽ ഒരെണ്ണമായി ചെയ്യുന്നവരുണ്ട്, ചിലർ കയ്യിൽ കെട്ടി തൂക്കുന്നവരുണ്ട്, അങ്ങനെ പല കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ഒരു ആചാര്യനെയോ ജ്യോത്സ്യനെയോ കണ്ട ശേഷം ചില ആളുകൾ ഒന്നും ചെയ്യുകയില്ല. ആ ആളുകളുടെ ജീവിതത്തിൽ ചില അക്കങ്ങൾ ഉപയോഗിക്കും. ഒരു അക്കം, ഫോൺ നമ്പർ തീരുന്നവരക്കം, ഫോൺ നമ്പർ തുടങ്ങുന്നവരക്കം, വാങ്ങുന്ന കാര്യത്തിലുള്ള ഒരു പ്രധാന അക്കം, ആ അക്കം ഉണ്ടെങ്കിൽ അവരുടെ ഭാഗ്യം, അത് മനസ്സിലാക്കി വെച്ച് അത് ചെയ്യും. അല്ലെങ്കിൽ പേരിൻ്റെ അക്ഷരം അങ്ങ് മാറ്റും, അല്ലെങ്കിൽ പേരങ്ങോട്ട് മൊത്തത്തിൽ മാറ്റും. അങ്ങനെ മാറ്റുമ്പോൾ ചില യോഗങ്ങൾ ലഭിക്കും. ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റാൻ ആരെക്കൊണ്ടും പറ്റത്തില്ല. ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റുക എന്ന് പറഞ്ഞാൽ ഇവിടെ രേഖാമൂലം മാറ്റാനേ പറ്റുള്ളൂ, അല്ലാതെ ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റാനൊന്നും സാധിക്കത്തില്ല. ഡേറ്റ് ഓഫ് ബർത്തിലൂടെ ചില ഭാഗ്യങ്ങളുണ്ട്, ബാഹ്യക്കേടുകളുണ്ട്. ചില മാസങ്ങളിൽ ജനിക്കുന്നവർ സാമ്പത്തികമായിട്ട് വളരെയധികം ഉയരാറുമുണ്ട്. അങ്ങനെ ചില കോടീശ്വരന്മാർ ജനിക്കുന്ന മാസങ്ങളൊക്കെ ഈ ലോകത്തുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ പറ്റിയൊക്കെ പിന്നീട് നമുക്ക് ഒരുപാട് സംസാരിക്കാം. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഉത്തരം നക്ഷത്രത്തെ പറ്റിയാണ്. ഉത്തരം നക്ഷത്രം അനലൈസ് ചെയ്യുന്നത്.
ഉത്തര നക്ഷത്രം ഞാൻ പറഞ്ഞത് വളരെ ചെറുപ്പകാലത്ത് തന്നെ വളരെ കുടുംബത്തിൻ്റെ ഭാരങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവരുടെ ജീവിതത്തിലേക്ക് എടുത്തു വെക്കേണ്ടി വരും. പല പല പ്രശ്നങ്ങൾ ഇവരെ ബാധിക്കാറുണ്ട്. പക്ഷേ ഇവർ ബിസിനസ് മൈൻഡഡ് ആയിട്ട് പോകുന്ന ആളുകളായതുകൊണ്ട് ജീവിതത്തിൽ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഒരു സാമ്പത്തികമായ ലെവലിൽ ഇവരെത്തുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രതാപമുണ്ട്. എല്ലായിടത്തും ഇവർ ബഹുമാനിക്കപ്പെടും. കുലീനത്വമുള്ളവരാണ്. രാജകീയ പദവിയോടെ തലയെടുപ്പോടുകൂടി നിൽക്കുന്നതാണ് ഉത്തരം നക്ഷത്രപ്പെട്ടവർ. പവിത്രമായ ജീവിതമാണ് അവരുടെ. പവിത്രമായ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബ ബന്ധത്തിൻ്റെ പവിത്രതയല്ല ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പവിത്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതപരമായി സന്തോഷപരമായി വളരെയധികം ഒരുങ്ങി വളരെ വൃത്തിയായ രീതിയിലും അന്തസ്സായ രീതിയിലും നടക്കുന്ന ആളുകളാണ് ഉത്തര നക്ഷത്രമുള്ളത്. തുറന്ന മനസ്സാണ്. മനസ്സിലൊന്നും ഇരിക്കുന്നില്ല, അല്ലെങ്കിൽ രഹസ്യങ്ങൾ വിളിച്ച് പറയുന്നതല്ല, മനസ്സ് തുറന്ന് കാര്യങ്ങൾ സംസാരിച്ച് ആളുകൾ സമാധാനിപ്പിക്കേണ്ട കാര്യങ്ങൾ സമാധാനിപ്പിക്കും. ശുഭാപ്തി വിശ്വാസമുള്ളവരാണ്. ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ നീങ്ങും, ഞാൻ ഇതിനെ ജയിക്കും, തരണം ചെയ്യുമെന്നുള്ള രീതിയിൽ ജീവിതത്തിൽ ജീവിക്കുന്ന ആളുകളാണ് ഉത്തര നക്ഷത്രക്കാർ. അതുപോലെ തന്നെ നേതൃത്വ പാഠവുമുണ്ട്. ഒരു കൂട്ടം ജനങ്ങളെ അനുസരിപ്പിക്കാനുള്ള കഴിവ്, നായകനായി നിൽക്കാനുള്ള കഴിവ്, നായകത്വം എന്ന് പറയുന്നത് ഇവർക്ക് ഒരു ജീവിതത്തിലെ ലഹരിയാണ്. അത് അവർക്ക് ഉണ്ട്. കഠിനമായി അധ്വാനിക്കുന്ന ആളുകളാണ്, കഠിനാധ്വാനികളാണ്, വളരെയധികം സത്യസന്ധരാണ്, വളരെയധികം എത്ര ദുർഘടം പിടിച്ച കാര്യത്തിന് വേണ്ടി ഇവർ ഒരുപാട് വെയിറ്റ് ചെയ്ത് അവരെ കാര്യം നേടിയെടുക്കും. അതുപോലെ തന്നെ തന്നിലേക്ക് ഒതുങ്ങിയ പ്രകൃതം, സ്വന്തമായ ഒരു ക്യാരക്ടർ, ഒരു വ്യക്തിത്വം ഇവരെ സൂക്ഷിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെ മുമ്പിൽ ഒരു തുറന്ന പുസ്തകം പോലെ ജീവിക്കാനൊന്നും ഇവർക്ക് പറ്റില്ല. ഇവരൊരു പേഴ്സണലായിട്ടൊരു സ്പേസ് സൂക്ഷിക്കും. മറ്റുള്ളവരെ കൂടുതലായിട്ട് ജീവിതത്തിലേക്ക് കടന്നു കയറാതെ ഇവരൊരു ചെറിയ അകലം. ഇപ്പം വീട്ടിൽ ഭാര്യയാണേലും മക്കളാണേലും ഇവരുടെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യാതിരിക്കാൻ ഉള്ള രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഇവർ പെരുമാറും. അവരനുസരിപ്പിച്ച് മക്കളെയും ഭാര്യയും നിർത്തും. ഉത്തരത്തിലുള്ള പുരുഷനാണെങ്കിൽ സ്ത്രീ ആണെങ്കിൽ തിരിച്ച് അപ്പം നിർത്തും. അങ്ങനെയുള്ള കാര്യത്തിൽ ഇവർ വളരെയധികം രീതിയിൽ ബലമായി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവരോട് നേരിട്ട് ചെന്നിട്ട് കുടുംബ അംഗങ്ങൾക്കോ ബന്ധുക്കൾക്കോ ആർക്കും തന്നെ ഇവരോട് നേരിട്ട് എന്നൊരു വാദപ്രതിവാദത്തിൽ ഏർപ്പെടാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനോ അനുസരിപ്പിക്കാനോ പറ്റുകയില്ല. അവർ ബിസിനസ് മൈൻഡുണ്ട്. അവർ പണം ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അവരെ ചെന്നിച്ച് താഴ്ത്തിക്കെട്ടി പറയാനും സാധിക്കാത്ത മറ്റ് ബന്ധുക്കളടക്കമുള്ളവരെ തോൽവിയാണ് ആർക്ക് സംഭവിക്കുക, ബന്ധുക്കൾക്ക്, മറ്റുള്ളവർക്കൊക്കെ. അവരോട് ചോദ്യം ചെയ്യാൻ പോകുന്നവരെ തോറ്റാണ് മടങ്ങുക, മനസ്സിലാക്കുക. അതുപോലെ തന്നെ വളരെയധികം അറിവ് ഇവർ സമ്പാദിച്ചു വെക്കും. അതുകൊണ്ട് തന്നെ തർക്കിച്ചൊന്നും ജയിക്കാനും ഇവരുടെ അടുത്തോട്ട് ചെല്ലാൻ പറ്റത്തില്ല. ജനപ്രിയത ഇവർ നേടും. ഇവരുടെ സ്വന്തം പ്രവർത്തികൾ കൊണ്ടും ഇവരുടെ നായകത്വം സ്വീകരിച്ചെടുക്കുന്നുണ്ടും ബിസിനസ് മൈൻഡുള്ളതുകൊണ്ടും ജനങ്ങൾക്കെല്ലാം ഇവരെ ഇഷ്ടമായിരിക്കും. വളരെ കരുണയുള്ള മനസ്സാണ്. ചില സമയങ്ങളിൽ കരുണയോടുകൂടി നിന്ന്, അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയങ്ങളിൽ ആ പ്രശ്നങ്ങളിലേക്ക് ചാടി ഇടപെട്ട് ജനങ്ങളെ സഹായിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉത്തരക്കാർ ചെയ്യാറുണ്ട്. മുന്നേറാൻ തിടുക്കമുള്ളവരാണ് ഉത്തരക്കാർ. അത് മുന്നേറാന്ന് വെച്ചാൽ ജീവിതത്തിൽ താഴ്ന്നു കിടക്കുന്ന ആളുകളെല്ലാം ഞങ്ങൾ മേളിൽ വരണം എന്നുള്ള ചിന്തയിൽ ജീവിതത്തിലെ എല്ലാ പ്രതിബന്ധങ്ങളും തട്ടിയെറിഞ്ഞ് ഒരാൾ പറയുന്നത് പോലും കേട്ട് അനുസരിക്കാതെ, മറ്റുള്ളവരുടെ ഉപദേശങ്ങളോ കാര്യങ്ങളിലോ വീണു പോകാതെ, മനസ്സ് കലങ്ങാതെ മുന്നോട്ട് മാത്രം സഞ്ചരിക്കുന്ന ആളുകളാണ് ഉത്തരത്തിൽ ജനിക്കുന്ന ഓരോ വ്യക്തിയും. എത്ര ഉത്തരത്തിൽ ജനിക്കുന്ന ആളുകളുണ്ടോ ഈ ഭൂമിയിൽ, എത്ര ഉത്തരംകാരുണ്ടോ അത്രയും ആളുകളും ഇപ്പം ബിസിനസ് മൈൻഡിലല്ല കഷ്ടപ്പാട് നിൽക്കുന്ന ആളാണ്. നിങ്ങൾ ഭാവിയിൽ രാജയോഗത്തിലേക്ക് പോകുന്ന നക്ഷത്രക്കാരാണ്. ഇതിന് പാത വ്യത്യാസം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. 1, 2, 3, 4 ഏത് പാദത്തിൽ ജനിച്ചവരാണേലും കഷ്ടപ്പാടുകൾ അധികമാണെങ്കിലും കുറവാണെങ്കിലും നിങ്ങൾക്ക് വരുന്ന സാമ്പത്തികമായ യോഗമാണ്. നിങ്ങൾക്കൊരു 10, 36 വയസ്സ് 38 വയസ്സ് കഴിയുമ്പോൾ നിങ്ങൾ തീർച്ചയായും ഒരു ബിസിനസ് സ്ഥാപനം വിടും. സ്ഥാപനത്തിൻ്റെ ഓണർമാരാണ് നിങ്ങൾ എല്ലാവരും, സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും. സാമ്പത്തികമായി നിങ്ങൾ വളർന്നിരിക്കും. കൂടുതലും മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിച്ച് ചെയ്യുന്ന ജോലികളൊന്നും നിങ്ങൾക്ക് ഇഷ്ടമില്ല. കുറച്ച് കാലം ഇപ്പോൾ സെലിബ്രിറ്റി ലെവലിലാണ് നിങ്ങൾ പോകുന്നതെങ്കിലും നിങ്ങൾ അതിൽ ചിലപ്പോൾ വലിയൊരു സംവിധാനമോ പ്രൊഡ്യൂസറോ തുടങ്ങിയ ആളുകളായി തീരാനുള്ള ശ്രമത്തിലേക്ക് നിങ്ങൾ പോവുകയുള്ളൂ. അടിമയായിട്ടോ തലകുനിച്ചോ ആളുകളുടെ ആജ്ഞകളനുസരിച്ചോ ചെയ്യുന്ന ജോലികളൊന്നും നിങ്ങൾ ചെയ്യില്ല. വിനയമുള്ള ആളുകളാണ്, നിങ്ങൾക്ക് പിടിവാശിയുമുണ്ട് ചില സമയങ്ങളിൽ. അങ്ങനെയാണ് ഉത്തര നക്ഷത്രക്കാരുടെ ഒരു പോക്ക്. വളരെയധികം ബുദ്ധിശക്തി ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇവർ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വളരെയധികം മുന്നോട്ട് പോകുന്നവരാണ്. വിദ്യാഭ്യാസമുള്ള ആളുകളായതുകൊണ്ട് തന്നെ ഇവർക്ക് ചിലപ്പോൾ അധ്യാപകരായി നിൽക്കാനൊക്കെ ഉള്ള കഴിവുകളുണ്ട്, പലതരം കഴിവുകളുണ്ട്. അതുപോലെ സാമർഥ്യമുണ്ട്, വ്യാപാരങ്ങളിൽ കഴിവുണ്ട്, കച്ചവട കാര്യങ്ങളൊന്നും ഇവർക്കൊരു പ്രശ്നമല്ല. അതുപോലെ തന്നെ വിശകലനങ്ങൾ ചെയ്യുക, അപ്പോൾ അനലൈസിങ് ചെയ്യുക, എന്തെങ്കിലും കാര്യങ്ങളെപ്പറ്റി വിശകലനം ചെയ്യുക, ഭാഷ വിശകലനം ചെയ്യുക, ഇപ്പോൾ കണക്കുകൾ കൊണ്ടുള്ള പ്രോബ്ലങ്ങളാണ് അവയെ വിശകലനം ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും നടത്തുന്ന ഒരു പ്രോഗ്രാമാണെങ്കിൽ ആ പ്രോഗ്രാമിനെ വിശകലനം ചെയ്യുക, ജഡ്ജാവുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും. ജഡ്ജ് എന്ന് പറയുന്ന കാര്യത്തിൽ കൂടുതൽ ഇവർക്ക് ഇഷ്ടം ബിസിനസ് തന്നെയാണ്. പക്ഷേ ഒരു കാര്യത്തെ ജഡ്ജ് ചെയ്യാനുള്ള കഴിവ് ഇവർക്ക് വളരെ കൂടുതലാണ്. ഒരാളുടെ സ്വഭാവത്തെപ്പറ്റി വിശകലനം ചെയ്യാനുള്ള കഴിവുകൾ ഇവർക്കുണ്ട്. അതുപോലെ തൊഴിൽ, ജോലി എന്ന് പറയുമ്പോൾ നമുക്ക് ഡോക്ടറായിട്ട് ഇവരൊക്കെ വേണേൽ ജോലി ചെയ്യാൻ സാധിക്കും. അറിവുള്ളതുകൊണ്ട് വ്യാപാരങ്ങൾ ഇവർക്ക് ഇഷ്ടമാണ്. കൂടുതലും വ്യാപാരമാണ്. ഡോക്ടർ എന്ന് പറയുമ്പോൾ ഡോക്ടറാണെങ്കിൽ തീർച്ചയായും ആ ഒരു ഹോസ്പിറ്റലിൻ്റെ ഉടമയായി ഇവർ തരും. അതാണ് ഇവർ ഡോക്ടറായാലും ഉണ്ടാകുന്ന കാര്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഡോക്ടറായിട്ട് ജോലി ചെയ്യുകയല്ല ചെയ്യുക. ഇവർ ഡോക്ടറായി കഴിഞ്ഞാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എടുത്തിട്ട് ആ ഹോസ്പിറ്റലിൻ്റെ ഉടമയായിട്ടിരിക്കും. പത്രപ്രവർത്തനമാണെങ്കിൽ ഇവർ ചെയ്യുന്നതെങ്കിൽ പത്രപ്രവർത്തനത്തിൻ്റെ ഓഫീസിൻ്റെ ഉടമയായിത്തീരും. പത്രപ്രവർത്തനം ഇവരുടെ കീഴിൽ നടക്കും. ഇവർ പത്രപ്രവർത്തകനായിത്തീരുകയില്ല.
പിന്നെ എഴുത്ത് തുടങ്ങിയ മേഖലകളുണ്ടെങ്കിൽ അത് കഥാകൃത്ത് എന്ന് പറയുന്ന കഥാകൃത്തായി ഇവർ തീരും. തർജ്ജമ ചെയ്യുകയോ മറ്റുള്ളവർ ചെയ്ത് മൊഴിമാറ്റി എഴുതുന്ന ഇടനിലക്കാരനായി ഒരിക്കലും അവർ നിൽക്കുകയില്ല. അല്ലെങ്കിൽ എഴുതുന്നതിന് ആരെങ്കിലും ഇപ്പോൾ സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യുന്ന ആളോ അങ്ങനെയൊന്നുമില്ല. ഉടമസ്ഥ അവകാശത്തിന് വേണ്ടി ഇവർ എപ്പോഴും പ്രവർത്തിക്കുന്നവരാണ്. പൊതുജന സമ്പർക്കം ഇവരുണ്ട്. ഒരുപാട് ജനങ്ങളുമായിട്ടുള്ള സുഹൃത്ത് ബന്ധം ഇവർ സൂക്ഷിച്ചു വെക്കും. ഒരുപാട് ജനങ്ങളുടെ നായകനായി നിൽക്കാനുള്ള കഴിവും പൊതുജന സമ്പർക്കവും ഇവർക്ക് കൂടുതലായിട്ട് ഉണ്ട്. ഉത്തരം നക്ഷത്രക്കാർക്ക് അങ്ങനെയുണ്ട്. അതുപോലെ മാനേജരായി നിൽക്കുക, മാനേജ് ചെയ്യാനുള്ള കഴിവുകൾ, അതുപോലെ മാനേജ് ചെയ്യാനുള്ള കഴിവുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർക്കുണ്ട്. ജ്യോതിഷത്തിലുള്ള അറിവ് ഇവർക്ക് വളരെ കൂടുതലുണ്ട്. ജ്യോതിഷം, മനഃശാസ്ത്രം, ജ്യോതിശാസ്ത്രം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ആകാശത്തുള്ള ഗോളങ്ങളെപ്പറ്റി, ആകാശത്തുള്ള ഈ സ്ഥലങ്ങളെപ്പറ്റി, അതുപോലെ ദൂരദേശ സ്ഥലങ്ങളെപ്പറ്റി, ചില സ്ഥലങ്ങളിലെ മരങ്ങളും വൃക്ഷങ്ങളും ഒക്കെ കണ്ട് ആ സ്ഥലത്തെ ഭൂപ്രകൃതിയെപ്പറ്റിയൊക്കെ ഇവർ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന അറിവുകൾ സത്യത്തെ ആർക്കും അറിയുകയില്ല. ഇവരുടെ ചില പ്രവർത്തികൾ കാണുമ്പോൾ നമ്മൾ ഓർക്കും ഇവർക്ക് വലിയ ബുദ്ധിയൊന്നും ഇല്ല, ഇവരെ എളുപ്പം പറ്റിക്കാമെന്ന് നമ്മൾ ചിലപ്പോൾ കരുതും ഇവരുടെ വിനയ സ്വഭാവം കൊണ്ട്. പക്ഷേ ഇവരെ അറിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഒരു ക്യാരക്ടർ മൊത്തമായി അവർക്ക് തീർച്ചയായും മനസ്സിലാക്കാനും നമ്മളുടെ ഏത് സ്വഭാവത്തിലാണ് വീക്കായിട്ട് നമ്മൾ ഇരിക്കുന്നത് ആ ഒരു ബലഹീനതയിൽ പിടിച്ചു വേണമെങ്കിൽ നമ്മളെ ടോർച്ചർ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൾ മുതലാക്കാനോ ഉള്ള കഴിവ് വരെ ഉത്തരനക്ഷത്രക്കാർക്കുണ്ട്. എന്തു പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും, എന്ത് കാര്യം ചെയ്താൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. തുടങ്ങുന്ന കാര്യങ്ങൾ മാസങ്ങളോ വർഷങ്ങളോ നോക്കി കണ്ടുപിടിക്കേണ്ട ഒരു ആവശ്യം ഉത്തരനക്ഷത്രക്കാർക്കില്ല. ഒറ്റ കാഴ്ച തന്നെ ഒരാളിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ ഉത്തരനക്ഷത്രക്കാർക്ക് സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും അത് സാധിക്കും. അതുപോലെ ആരോഗ്യരംഗം ഇവർക്ക് ഇഷ്ടമാണ്. ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് വ്യായാമം, അഭ്യാസങ്ങൾ പഠിക്കുക, അഭ്യാസങ്ങൾ നടത്തുന്ന സ്ഥാപനത്തിനുടമയാവുക, ജിംനേഷ്യം ഇടുക, ഡാൻസ്, ഇപ്പം വ്യായാമത്തിനുള്ള സുംബ ഡാൻസ് പോലുള്ള കാര്യങ്ങളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, പല പല കാര്യങ്ങളുണ്ട്. ഡിസ്കോ പഠിക്കുന്നത്, അങ്ങനെയുള്ള എന്താണെങ്കിൽ പോലും വ്യായാമം ആയിക്കോട്ടെ, ഡാൻസ് ആയിക്കോട്ടെ, കലാപരമായ കാര്യങ്ങളായിക്കോട്ടെ, അതിൻ്റെ എല്ലാം ഉടമയായി തീരുന്ന ആ ഒരു ഹോളോ സ്ഥാപനമോ അതിന് താഴേക്ക് കുറേ ജോലിക്കാരെ വെച്ച് ആ ഒരു പ്രവർത്തി നടത്തുക. ഭാഷ പഠിപ്പിക്കുന്ന സ്കൂളാണെങ്കിൽ ഭാഷ പഠിപ്പിക്കുന്നത്, ഇപ്പോൾ കമ്പ്യൂട്ടർ മറ്റ് സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു സ്ഥാപനം വിടുവാണെങ്കിൽ അവരുടെ കീഴിലോട്ടുള്ള ആളുകൾ. അപ്പോൾ ഉത്തരനക്ഷത്രക്കാർക്ക് ഇനി സഹോദരങ്ങളുണ്ട് അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്നോ എവിടെ നിന്നേലും മോശമായ അനുഭവങ്ങൾ ഇവർക്ക് ലഭിക്കുകയാണെങ്കിൽ അവർ ഭവനം വിട്ടു പോവുകയും ആ ദേശം വിട്ടു പോവുകയും അന്യദേശത്ത് പോയി സുഹൃത്തുക്കളെ സമ്പാദിച്ച് വലിയൊരു ഉയർന്ന നിലയിലെത്തുകയും വേണമെങ്കിൽ വിവാഹബന്ധം നടത്തുകയും അവിടെ ഒരു കുടുംബമായി ജീവിക്കാനും മാതാപിതാക്കളുടെയോ ബന്ധുക്കളുടെയോ ആശ്രയം ഒന്നും വേണ്ട, സ്വന്തം കഴിവിനാൽ ആ ഒരു നാട്ടിലൊരു സ്ഥാപനം വരെ പണിത് ഉയർന്നു വന്ന് ആ ഒരു നാടിൻ്റെ ഒരു ചെറിയൊരു അറിയപ്പെടുന്ന നായക രീതി വരെ എത്താനുള്ള കഴിവ് ഇവർക്കുണ്ട്. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ദൂരെയുള്ള അന്യദേശങ്ങളിലുള്ള സുഹൃത്തുക്കളെ വരെ അന്യ നാട്, ഇപ്പോൾ കേരളത്തിന് പുറത്തോ ഇന്ത്യക്ക് പുറത്തോ വിദേശത്തോ ഉള്ള ആളുകളെ വരെ സുഹൃത്തുക്കളായിട്ട് വെക്കാനും അന്യഭാഷകളും സംസാരിക്കുന്ന ആളുകളെ സുഹൃത്തുക്കളായി വെക്കാനും അതിനുവേണ്ടി ഭാഷ പഠിക്കുകയും ഭാഷകൾ മനസ്സിലാക്കി വെക്കുകയും ചെയ്ത് ആ ഭാഷകളിൽ പോലും സംസാരിക്കുന്ന സുഹൃത്തുക്കളെ വരെ ലിസ്റ്റിലുണ്ടാക്കി വെക്കുവാനും പ്രശസ്തരായ ആളുകളെ സുഹൃത്തുക്കളാക്കുവാനും കഴിവുള്ള ആളുകളാണ് ഉത്തരനക്ഷത്രപ്പെട്ട സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും. അതുപോലെ തന്നെ ചില ആളുകളോട് വിരോധം തോന്നിക്കഴിഞ്ഞാൽ ആ പക ഉള്ളി സൂക്ഷിക്കുകയും അതുപോലെ തന്നെ ചിലപ്പോൾ സൗഹൃദം ഭാവിച്ചു വന്ന് ആ പകരം വീട്ടുന്ന ചില പ്രവർത്തികൾ മധുരപ്രതികാരമായിക്കോട്ടെ ഏതെങ്കിലും രീതിയിൽ ചെറിയ തോതിലുള്ള പ്രതികാരങ്ങൾ വീട്ടാൻ വരെ ഉത്തരനക്ഷത്രക്കാർ മടിക്കില്ല. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ആളുകളുടെ കഴിവുകൾ ചൂഷണം ചെയ്തിട്ട്, അതായത് ചൂഷണം ചെയ്യുന്നതിനോടൊപ്പം ആ ആളുകൾക്ക് ആ വേണ്ട സഹായവും കൂടി ചെയ്യുന്ന ആളുകളാണ് ഉത്തരനക്ഷത്രക്കാർ. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഒരു ഉത്തരനക്ഷത്രത്തിൽ ഉള്ള ആൾ ഒരു സ്ഥാപനം വിട്ടു. ആ സ്ഥാപനത്തിൽ നല്ല രീതിയിൽ പടം വരയ്ക്കുന്ന ഒരാൾ ആവശ്യമുണ്ടെന്ന് കരുതുക. ഉത്തരനക്ഷത്രപ്പെട്ട ആൾക്ക് പടം വരയ്ക്കാൻ കഴിവുകളില്ലെന്ന് കരുതുക, പക്ഷെ പടത്തിൻ്റെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് കരുതുക. ഞാൻ ഒരു ഉദാഹരണം പറയുകയാണ്. അപ്പോൾ പടം വരയ്ക്കാൻ അറിയാവുന്ന ഒരാളെ കിട്ടി, ആ ആൾക്ക് വരയ്ക്കാൻ മാത്രമേ അറിയൂ, ആ ബിസിനസ്സിനോട് താല്പര്യമില്ല, സമ്പത്ത് വലിയ സമ്പാദിക്കണോ താല്പര്യമില്ല, അങ്ങനെയൊന്നും താല്പര്യമില്ലാത്ത ഒരാളാണെന്ന് ആ ആൾക്ക് ഉത്തരനക്ഷത്രക്കാരന് കിട്ടിയ സുഹൃത്തെങ്കിൽ ഈ സുഹൃത്തിനെ ഈ സ്ഥാപനത്തിൽ വിളിച്ചു വരുത്തി ആ വേണ്ടത്ര പടങ്ങൾ വരയ്ക്കുകയും വിൽക്കുകയും വിപണനം ചെയ്യുകയും വ്യാപാരം ചെയ്യുകയും ചെയ്ത ശേഷം ആ വ്യക്തിക്ക് അർഹമായ കൂലി കൂടി കൊടുത്ത് സന്തോഷിപ്പിക്കുകയും കൂടി ചെയ്യുന്ന ആളാണ് ഉത്തരനക്ഷത്രപ്പെട്ടത്. പക്ഷെ ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. ഈ ജോലിക്ക് വരുന്ന ആൾ ചിന്തിക്കും ഈ വ്യക്തി അമിതമായി എന്നെ മുതലെടുക്കുന്നുണ്ടോ എന്ന് കരുതി വാക്കുതർക്കങ്ങളിൽ പെട്ട് ഉത്തരനക്ഷത്രക്കാരുമായിട്ട് വഴക്കുണ്ടാക്കി പിരിയുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. പക്ഷെ ചില സമയങ്ങളിൽ സ്വാർത്ഥമായ പെരുമാറ്റങ്ങൾ, ചില മേൽക്കോയ്മ, എന്തെങ്കിലും പൊങ്ങച്ച വർത്തമാനങ്ങൾ ഈ വരുന്ന ജോലിക്കാരനെ മുന്നിൽ വെച്ച് പറഞ്ഞു കഴിഞ്ഞാലും ഉത്തരനക്ഷത്രക്കാരോട് ചില വിരോധങ്ങൾ ആളുകൾക്ക് തോന്നാറുമുണ്ട്. പിന്നെ മരുന്നുകൾ സംബന്ധിച്ച കാര്യങ്ങളിൽ ഉത്തരനക്ഷത്രക്കാർക്ക് നല്ല ബോധവും അറിവുമുണ്ട്. ഫാർമസി നടത്തുന്നവരുണ്ട്, അല്ലാതെ ആയുർവേദ മരുന്നുകൾ നടത്തുന്നവരുണ്ട്, വൈദ്യം നടത്തുന്നവരുണ്ട്. എന്താണെങ്കിലും ഉടമ എന്നുള്ള നിലയിൽ പോകാനാണ് ഇവർക്കിഷ്ടം.
അവിട്ട നക്ഷത്രക്കാർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് ഉത്തര നക്ഷത്രക്കാർ. അവിട്ടംകാർ മൊത്തം ബിസിനസ്സുകാരാണ്. ഉത്തര നക്ഷത്രക്കാർ അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ അവരെവിടെയെങ്കിലും ജോലിക്ക് കയറി നിൽക്കും. പക്ഷേ അതിൽ അവർ അവസാന സമയത്ത് അവരെ തീർച്ചയായും ഉടമകളായിത്തീരും. പിന്നെ അതുപോലെ തന്നെ ഇവരോട് പൊരുത്തമുള്ള നക്ഷത്രത്തിൽപ്പെട്ട മക്കളാണ് ഇവരോടൊപ്പം ഉള്ളെങ്കിൽ ഇവർക്ക് വളരെയധികം സന്തോഷം തോന്നും. മനസ്സിലാക്കുക. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ സ്വന്തം മക്കളോട് പോലും വിരോധം തോന്നിക്കഴിഞ്ഞാൽ ചില വളരെ കഠിനമായ പ്രവർത്തികൾ പോലും ചെയ്യാനായിട്ട് ഉത്തര നക്ഷത്രമുള്ളവർ ആരും മടിക്കാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയം ഇവർക്ക് അതുപോലെ ഇവർ ദേഷ്യപ്പെടാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു ഞാൻ പറഞ്ഞു പേഴ്സണലായ ഒരു സ്പേസ് ഇവർക്കുണ്ടാകും. ഇവർ ഉപയോഗിക്കുന്ന വസ്തുക്കൾ മറ്റവർ ഉപയോഗിക്കാൻ പാടില്ല. ഇവർക്ക് ഉള്ള മുറിയിലോട്ട് മറ്റുള്ളവർ വരാൻ പാടില്ല. അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന ചില കാര്യങ്ങളെ ചോദ്യം ചെയ്യാൻ പാടില്ല. ഇപ്പോൾ വീട്ടിൽ ആദ്യം പത്രം വായിക്കുന്ന ആൾ ഈ ഗ്രഹനാഥനാണ് ഉത്തരത്തിലുള്ള ആളെങ്കിൽ ആ ആൾ പത്രം വായിച്ച ശേഷമേ മറ്റുള്ളവർക്ക് പത്രം വായിക്കാൻ കിട്ടുകയുള്ളൂ. അതിനു മുമ്പ് ആരെങ്കിലും എടുത്ത് പത്രം വായിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പ്രശ്നങ്ങളും പ്രത്യാഘാതങ്ങളും ആ ഭവനത്തിൽ ഉണ്ടാവും. ഇത് സത്യമായ കാര്യമാണ്. ഇപ്പോൾ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ പോലും ഭാവിയിൽ ഇതേ രീതിയിലുള്ള ക്യാരക്ടറുകൾ കാണിക്കും. നായകസ്ഥാനം വേണം. ഭവനത്തിലാണെങ്കിൽ നായകസ്ഥാനം വേണം, പുറത്താണെങ്കിൽ നായകസ്ഥാനം വേണം, 10 ജനങ്ങളുടെ മുമ്പിലാണെങ്കിലും നായകസ്ഥാനം വേണം. അല്ലെങ്കിൽ അതിനുവേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ആളുകളാണ്. ഇത് നല്ല ശീലവുമാണ്. ഇത് മറ്റൊരാളുടെ കണ്ണുകടി വഴി നോക്കുമ്പോൾ ഇതൊരു മോശശീലവുമായിട്ട് നമുക്ക് തോന്നും. പിന്നെ ഉത്തരത്തിലുള്ള ചില ആളുകൾ ചില പാദങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു 1, 2, 3, 4 പാദങ്ങളുണ്ട്. അതിൽ ഏത് പാദത്തിൽ വരുമെന്നുള്ളത് നമുക്ക് ഇതുപോലെ ഉത്തരത്തെ അറിയാവുന്ന ആളുകൾക്ക്, ചില വീട്ടിലെ ആളുകൾക്കാണെങ്കിലും ഈ ഒരു വീഡിയോ കേൾക്കുന്ന ആളുകൾക്കും മനസ്സിലാവും. അപ്പോൾ ചില ഉത്തരത്തിലുള്ള ആളുകൾ, ചില പാദത്തിലുള്ള ആളുകൾ സുഹൃത്ത് ബന്ധം കെട്ടിക്കഴിഞ്ഞാൽ അവർ മരണം വരെ ആ സുഹൃത്ത് ബന്ധം നിലനിർത്തും. ചിലപ്പോൾ ഈ ഉത്തരത്തിലുള്ള ആൾ മരിച്ചു കഴിഞ്ഞാലോ രോഗക്കിടക്കൊക്കെ കിടക്കുന്ന സമയത്തോ ഈ ഒരു സുഹൃത്ത് വരുന്ന അന്വേഷിച്ച് സംസാരിച്ച് വരെയിരിക്കും. അതുപോലെ തന്നെ ചില പാദത്തിലുള്ള ഉത്തര നക്ഷത്രക്കാർക്ക് ചെറിയ തോതിൽ അസൂയുണ്ട്. അത് അസൂയ, മുൻകോപം, ചില സ്വാർത്ഥമായ മനസ്സുള്ള ചില ഉത്തരം നക്ഷത്രക്കാരുണ്ട് പാദവ്യത്യാസം അനുസരിച്ച്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടി നന്നായി പടം വരയ്ക്കുമെന്ന് പറയുകയാണ്. ഒരു സുഹൃത്ത് ഒരു കുട്ടിയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. ഉത്തര നക്ഷത്രമുള്ള ആളോട് സംസാരിക്കുകയാണ്, നന്നായി പടമൊക്കെ വരയ്ക്കും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഉത്തര നക്ഷത്രക്കാരൻ പറയും നല്ലതാണ്, കൊള്ളാം എന്നെല്ലാം പറഞ്ഞ ശേഷം ആ വ്യക്തി മുന്നിൽ നിന്ന് പോവുക. ആ കുട്ടിയും മുന്നിൽ നിന്ന് പോയ ശേഷം തൊട്ടടുത്ത് കൂടിയിരിക്കുന്ന ആളുകളോട് പറയും എന്തൊക്കെ കുഴപ്പമുണ്ട്, എന്തെങ്കിലും മാനസികമായ പ്രശ്നങ്ങളുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇതൊക്കെ ചുമ്മാ തട്ടിപ്പാണ്, അല്ലെങ്കിൽ ഇത് വേറെ ആരുടെയും കട്ടുകൊണ്ട് വന്നതാണ് എന്ന രീതിയിൽ ചില രീതിയിൽ ഇൻഫിൽറ്റ് ചെയ്യുന്ന ചില അസൂയകൾ കാണിക്കുന്ന സ്വഭാവവും ഉത്തരത്തിൽപ്പെട്ട ആളുകൾക്കുണ്ട്. മനസ്സിലാക്കുക. അതുപോലെ ദൈവഭക്തി ഉള്ളവരാണ്. അവർക്ക് പ്രത്യേക ഒരു പ്രാർത്ഥനാ മുറി കാണും. അങ്ങോട്ട് ആർക്കും പ്രവേശനം ഉണ്ടാവുകയില്ല. അവർ ഉപയോഗിക്കുന്ന ചില സാധനങ്ങൾ എടുത്ത് ഉപയോഗിക്കാനും അനുവാദം ഉണ്ടാവുകയില്ല. ചിലപ്പോൾ അല്പം കൂടി പ്രായമുള്ള ഉത്തര നക്ഷത്രത്തിൽപ്പെട്ട ആളുകളാണ്. അവരുപയോഗിക്കുന്ന കട്ടിൽ കിടക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോലും കയറാൻ പോലും ഭാര്യയ്ക്കോ മക്കൾക്കോ പോലും ചില സമയങ്ങളിൽ അവകാശങ്ങൾ ഉണ്ടാവുകയില്ല. പിന്നെ ചില ഇലക്ട്രോണിക് വസ്തുക്കൾ, ചില വസ്തുക്കൾ ചിലത് വീട്ടിലോട്ട് വാങ്ങുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നത്. ഇപ്പോൾ കൊച്ചുമക്കൾ അമിതമായി മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെതിരെ വഴക്കുകൾ, ചില കാര്യങ്ങളൊക്കെ ഉത്തര നക്ഷത്രത്തിൽപ്പെട്ടവർ പറഞ്ഞെന്ന് വരും. കാരണം ഇവരുമായി ഒരു ബന്ധവും ആ വരുന്ന കുട്ടിക്ക് ഇവരെ നോക്കേണ്ട ആവശ്യമില്ല. കൊച്ചുമക്കളായിരിക്കാം, ഇന്നത്തെ തലമുറയിൽപ്പെട്ടവരായിരിക്കാം. പക്ഷേ എങ്കിലും അവയിലെല്ലാം കുറ്റം പറഞ്ഞ് അവർക്ക് അവരുടെ ചെലവിൽ അവർ ചെയ്യുന്ന കാര്യത്തിന് വരെ തടസ്സവാദങ്ങൾ പറയുന്ന ഉത്തര നക്ഷത്രക്കാരുണ്ട്. അതുപോലെ തന്നെ ഭവനം അവരുടെ കൺട്രോളിലാണ് നിൽക്കുന്നതെങ്കിൽ വീട്ടിലേക്ക് ചില വസ്തുക്കൾ വാങ്ങുന്നതിന് ഒന്നും, അവരുടെ കുട്ടികൾ ഉപയോഗിക്കുന്നതിനോ ഒന്നും ചിലപ്പോൾ ഇവർ തടസ്സമായി നിൽക്കുന്ന ചില പാദക്കാരുണ്ട്. ചിലർ സ്വന്തം കുട്ടികളോട് നല്ല പൊരുത്തമുള്ള നക്ഷത്രമാണെങ്കിൽ എല്ലാ കാര്യത്തിനും വളം വെച്ച് കൊടുക്കുന്ന ഉത്തര നക്ഷത്രക്കാരുമുണ്ട്. അതായത് പൊരുത്തമുള്ള മക്കളാണെങ്കിൽ ഫുൾ ഫ്രീഡം ആയിരിക്കും ആ കുട്ടിക്ക് ലഭിക്കുക. പകരം പൊരുത്തമില്ലാത്ത നക്ഷത്രമാണ് കുട്ടിയെങ്കിൽ, ഉത്തര നക്ഷത്ര ആൾക്ക് ജനിക്കുന്ന കുട്ടിയോ ഭവനത്തിലുള്ള സഹോദരനോ ബന്ധുക്കളോ ആരും ആയിക്കോട്ടെ, പൊരുത്തമില്ലാത്ത ആളുകളാണെങ്കിൽ വൻ പ്രത്യാഘാതങ്ങളായിരിക്കും തമ്മിൽ ചില സമയങ്ങളിൽ ഉണ്ടാവുക എന്ന് കൂടി മനസ്സിലാക്കുക. ഇനി നമുക്ക് മറ്റൊരു നക്ഷത്രം കൂടി വിശകലനം ചെയ്യാം. അടുത്ത നമ്മൾ പൂരം നക്ഷത്രത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. നമ്മൾ രേവതിയിൽ നിന്ന് തിരിച്ച് അശ്വതിയിലേക്ക് യാത്ര ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ബാക്കിൽ നിന്ന് പറഞ്ഞു പോകുന്നത് മനസ്സിലാക്കുക. അടുത്തായിട്ട് നമ്മൾ പൂരം കഴിഞ്ഞാണ് ഉത്തരം വരുന്നത്. നമ്മൾ ഉത്തരം പറഞ്ഞ ശേഷം പൂരം പറയും. ചില വീഡിയോകൾ ഞാൻ തിരിച്ചു മറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ നോക്കണ്ട. ബാക്കിൽ നിന്ന് നമ്മളൊരു യാത്ര നടത്തുന്നേ ഉള്ളൂ. അശ്വതി പോയിട്ട് അത് നിൽക്കും. പൂരം നക്ഷത്രമാണ് ഇനി അടുത്ത് പറയുന്നത്. അപ്പോൾ പൂരം നക്ഷത്രത്തിന് സൗന്ദര്യമുള്ള ആളുകളാണ്, ആരോഗ്യമുള്ള ആളുകളാണ്, സാമർഥ്യമുള്ള ആളുകളാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യത്തിൽ ഇടനിലക്കാരായി നിൽക്കുക, ബ്രോക്കറായി നിൽക്കുക, വാഹനത്തിൻ്റെ ഇടപാടുകൾ നടത്തുക, കച്ചവടങ്ങൾ നടത്തുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം പൂരം നക്ഷത്രത്തിന് വളരെ കൂടുതലാണ്. ഇവിടെ പ്രധാനമായും പറയേണ്ട കാര്യങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞ ഉത്തര നക്ഷത്രത്തിന് ഇപ്പോൾ പൂരം നക്ഷത്രത്തിലുള്ള ഒരു കുട്ടിയുണ്ടെന്ന് കരുതുക. പൂരത്തിന് പാദവ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ പൂരവും ഉത്തരവൊക്കെ പൊരുത്തമുള്ളതൊക്കെയാണ്. ചില പാദങ്ങളിൽ ചില ഗ്രഹനില അനുസരിച്ച് ചില സമയങ്ങളിൽ ചില നീചഗ്രഹങ്ങളിലൊക്കെ ദൃഷ്ടിയുണ്ടെങ്കിൽ ചില സമയം ഇവർ തമ്മിൽ പിതാവും മക്കളും തമ്മിൽ ചിലപ്പോൾ ആജന്മ ശത്രുക്കളായി തീരാൻ വരെ സാധ്യതയുണ്ട്.
അങ്ങനെ ഉണ്ടെങ്കിൽ വളരെയധികം മരണം വരെയും അവർ തമ്മിൽ കൂട്ടിയിടിച്ചാൽ കൂടാത്ത രീതിയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. വാക്കുതർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്, കയ്യങ്കളി ഉണ്ടാകാറുണ്ട്, ശാരീരിക മർദ്ദനങ്ങൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പൂരവും ഉത്തരവും തമ്മിൽ കൂട്ടി യോജിക്കുന്ന സമയങ്ങളിൽ ചില സമയം സംസാരിക്കുന്നുണ്ട്. ഉത്തരത്തിൻ്റെ കാര്യങ്ങൾ മുമ്പ് സംസാരിച്ചുകൊണ്ട് പെട്ടെന്ന് ഒരു അറിവിലേക്ക് വേണ്ടിയാണ് ഞാൻ ഇത് പറയുകയാണ്. അങ്ങനെ സംഭവിക്കാറുണ്ട് ചില കുടുംബങ്ങളിൽ. അതുപോലെ ഇപ്പം നമ്മൾ സംസാരിക്കുന്ന പൂരത്തിൻ്റെ കാര്യങ്ങളാണ്. മധുരമായി സംസാരിക്കാനാണ് മധുരഭാഷണം. മധുരഭാഷണം പറഞ്ഞു കഴിഞ്ഞാൽ മാന്യമായ രീതിയിൽ ഒരുപാട് പേരോട് സംസാരിക്കാനും ഏത് ഉന്നത ഉദ്യോഗസ്ഥരാണേലും ഏത് രീതിയിലുള്ള ജോലിക്കാരാണേലും അവരോട് ഇവർ വളരെ ജോലിയോ ഉയർച്ചയോ ഒന്നും വേണ്ട പൂരത്തിലുള്ള ആൾക്ക് അവർ ചെന്ന് സംസാരിച്ച് ആ വ്യക്തികളുടെ സൗഹൃദങ്ങൾ പിടിച്ചു പറ്റാനുള്ള കഴിവുകൾ, അന്തഫ്, അംഗീകാരം തുടങ്ങിയവ പിടിച്ചു പറ്റാനുള്ള കഴിവും പൂരത്തിനുണ്ട്. ജീവിതം വളരെ നന്നായി ആസ്വദിക്കുന്ന ആളുകളാണ് പൂരം നക്ഷത്രമുള്ളവർ. അതുപോലെ തന്നെ എല്ലാ ഇപ്പം ലഹരി വസ്തുക്കളാണെങ്കിലും മദ്യമാണെങ്കിലും ചില വസ്തുക്കളൊക്കെ ഇവർ ഉപയോഗിക്കാറുണ്ട്. അതിലൊക്കെ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. സത്യസന്ധതയുള്ളവരാണ്. പെട്ടെന്ന് തന്നെ ഇവരെ കോപിക്കും. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിൽ ചില കണക്ക് വ്യത്യാസങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കോപിക്കുന്ന ആളുകളാണ്. കരുണയും സഹാനുഭൂതിയും ഒക്കെ ഉള്ളവരാണ്. ചില സമയം യാതൊന്നും കാണുകയില്ല, കരുണയും കാണുകയില്ല, ഒന്നുമില്ല. മറ്റുള്ളവരുടെ കീഴിൽ കഴിയാനുള്ള ഇഷ്ടമൊന്നും ഇവർക്കില്ല. അതുകൊണ്ട് തന്നെ ഇവർ ബിസിനസ് മൈൻഡുള്ളവരാണ് പൂരം നക്ഷത്രക്കാർ. പൂരം പൊടിപൂരം എന്നാണ് പറയുന്നത്. അതായത് ചെറിയൊരു കാര്യത്തിൽ തുടങ്ങി വലിയൊരു പൂരത്തിന് എങ്ങനെയാണ് മേളങ്ങൾ അവസാനം മുറുകുന്നത് അതുപോലെയാണ് ഇവരുടെ ജീവിതം പോകുന്നത്. അത് ഒരു തവണയല്ല. ഇപ്പം നമുക്ക് പറയാം, ഇപ്പോൾ ഒരു സാധാരണ ഒരു കുട്ടി ജനിക്കുന്നു, അശ്വതി പറഞ്ഞ കാർത്തികയൊക്കെ ആയിക്കോട്ടെ, വയസ്സുകാലത്ത് സാമ്പത്തികമായി ഉറച്ചുണ്ടെന്ന് നമ്മൾ നേരത്തെ അറിഞ്ഞു. നമ്മൾ ആ വയസ്സുകാലം വരാണ്ട് നോക്കിയിരിക്കും. പക്ഷേ പൂരത്തിലുള്ള ആൾക്ക് അങ്ങനെയല്ല. അതിപ്പം പൂരത്തിലുള്ള ഒരു വ്യക്തി കുട്ടിയാണ് തരുന്നത്, ചെറിയ കുട്ടി, പൂര നക്ഷത്രക്കാരനായ ഒരു കുട്ടി സ്കൂളിൽ ചേർന്ന് കഴിയുമ്പോൾ ആദ്യകാലത്ത് ആ ഒരു ക്ലാസ്, 1ാം ക്ലാസ്സിൽ ചേർന്ന ഒരു പൂര നക്ഷത്രക്കാരനായ ഒരു കുട്ടി ആദ്യത്തെ ഒരു ഓണപ്പരീക്ഷ വരെ എന്നുള്ള രീതിയിൽ ഞാനൊരു കണക്ക് പറയുകയാണ്. ഓണപ്പരീക്ഷ വരെയുള്ള കാലത്ത് ടീച്ചർമാർ വളരെയധികം കുറ്റപ്പെടുത്തും. പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ കൂടി, പഠിക്കാത്ത കുട്ടികളുണ്ട്, പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ കൂടി ഈ കുട്ടി പഠിക്കുമോ ഇല്ലയോ എന്ന് മാതാപിതാക്കൾക്ക് അറിയില്ല. ഒന്നിലെത്തുന്നേ ഉള്ളൂ. അപ്പം ഈ ഒരു സമയത്ത് ഒരു ബോധമൊക്കെ ഉറച്ചല്ലോ, ഏകദേശം ഒരു ബോധമുണ്ട്. കുട്ടി നഴ്സറി കാലഘട്ടം, അംഗൻവാടി കാലഘട്ടമൊക്കെ കടന്ന് 1ാം ക്ലാസ്സിലെത്തിയിരിക്കുകയാണ്. കുട്ടിയെ 1ാം ക്ലാസ്സിൽ വെച്ച് തന്നെ ടീച്ചേഴ്സ് എല്ലാം കുറ്റപ്പെടുത്തും. ഒരു ഓണപ്പരീക്ഷ സമയം വരെ എത്തുമ്പോൾ ടീച്ചേഴ്സ് കുറ്റപ്പെടുത്തും. ഒന്നിനും കൊള്ളില്ല, ഒന്നും പഠിക്കുന്നില്ല, ഒന്നും ശ്രദ്ധിക്കുന്നില്ല, ഒന്നും നോക്കുന്നില്ല. കുട്ടികളോടൊക്കെ തമാശം പറഞ്ഞ് ചിരിച്ചിരിക്കുകയാണ്. മാതാപിതാക്കൾ ഇപ്പോഴേ ശ്രദ്ധിച്ചാലേ വളർന്നു കഴിയുമ്പോൾ രക്ഷിക്കാൻ പറ്റും എന്നുള്ള ഉപദേശങ്ങൾ കൊടുക്കും. പക്ഷേ ഓണമൊക്കെ കഴിഞ്ഞ് കുറച്ച് കാലം കഴിയുമ്പോൾ ഇവർ അല്പം കൂടി ഡെവലപ്പാവും. അപ്പോൾ ടീച്ചേഴ്സും മറ്റുള്ളവരും പറയും, കണ്ടോ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് കുറെ കൂടി നന്നായി കുട്ടി പെർഫോം ചെയ്യുമെന്ന് പറയും. വീണ്ടും ഒരു വലിയ പരീക്ഷയോടെ എടുക്കാൻ നേരത്തെ കുട്ടി വളരെയധികം ടോപ്പ് സ്കോററായിട്ട് മുന്നോട്ട് പോയി എല്ലാ ആളുകളെയും തോൽപ്പിച്ച് വളരെയധികം വൻ വിജയം കരസ്ഥമാക്കും. ഇനി 2ാം ക്ലാസ്സിലെത്തുമ്പോഴും സെയിം അവസ്ഥയിലേക്ക് പോകും. അതായത് ആദ്യ കാലഘട്ടം മോശമായി പെരുമാറുക, ഇടമധ്യേന്ന് അല്പം കൂടി ഡെവലപ്പാകുക, ഏറ്റവും അവസാനം ഏറ്റവും മിടുക്കനായി പെർഫോം ചെയ്യുക. ഇതാണ് പൂരം പൊടിപൂരം എന്നറിയപ്പെടുന്നത്. ഇത് ഇവരുടെ ജീവിതത്തിൽ എല്ലാ കാലത്തും അതെ, വിവാഹം കഴിക്കുന്ന കാര്യത്തിലും അതെ. വിവാഹം കഴിക്കുമ്പോൾ വലിയ പ്രത്യാഘാതങ്ങളിലായിരിക്കും വിവാഹത്തിന് ഇടമധ്യ തൊട്ട് അവർ സാമ്പത്തികമായ ലെവലാക്കും. ഏറ്റവും ലാസ്റ്റിൽ വളരെയധികം സാമ്പത്തിലേക്ക് ഇവർ ചെല്ലും. ചില സമയങ്ങളിൽ അവരുടെ മുൻകോപം പിടിവശം കൊണ്ട് വിവാഹ മോചനമൊക്കെ വന്നെങ്കിൽ പോലും വളരെയധികം സമ്പത്ത് 2 പേർക്കും ലഭിക്കും, ഭാര്യയ്ക്കും ഭർത്താവിനും ലഭിക്കും. ആദ്യകാലത്ത് നിന്ന് വളരെയധികം മാറിയിരിക്കും. ഇവരുടെ കുട്ടികൾക്കും ആദ്യകാല കഷ്ടപ്പാടുകൾ ഉണ്ടാവില്ല. അതിപ്പോൾ ഏത് നക്ഷത്രത്തിൽപ്പെട്ടവരാണെങ്കിലും കുട്ടികളാണെങ്കിൽ കുട്ടികൾ പൂര നക്ഷത്രക്കാർക്കുണ്ടായ കുട്ടികളാണെങ്കിൽ ഇവരുടെ ഒരു ബിസിനസ് മൈൻഡ് കൊണ്ട് തന്നെ അല്ലല്ലില്ലാത്ത ജീവിതം കിട്ടും. സാധാരണ ആളുകളെപ്പോലെ ദാരിദ്ര്യമോ ദുഃഖമോ ഒന്നും അമിതമായിട്ട് ഇവരുടെ കുട്ടികൾ അനുഭവിക്കേണ്ടി വരേണ്ടി വരും. മാത്രമല്ല പൂര നഷ്ടപ്പെട്ടവരെ ജീവിതത്തിൽ വളരേണ്ട ചില ഉപദേശങ്ങൾ കുട്ടികൾക്ക് കൊടുക്കും. മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിക്കാൻ പാടില്ല, തൻ്റെ ഇടത്തോടെ നിൽക്കണം, ധൈര്യത്തോടെ നിൽക്കണം, ആത്മവിശ്വാസത്തോടെ പെരുമാറണം തുടങ്ങിയ ഉപദേശങ്ങളൊക്കെ കുട്ടിക്ക് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഏത് നക്ഷത്രത്തിൽപ്പെട്ട കുട്ടിയാണെങ്കിലും പൂര നക്ഷത്രക്കാർക്ക് ജനിക്കുകയാണെങ്കിൽ കുട്ടി വളരെ ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോയി എല്ലാ കാര്യങ്ങളും ചെയ്യും. അതുപോലെ പൂര നക്ഷത്രത്തെ വിവാഹം കഴിച്ച ഒരു ഭാര്യയാണെങ്കിൽ ആദ്യകാലത്ത് വലിയ ധൈര്യമൊന്നും ഇല്ലെങ്കിലും അവസാന കാലമാകുമ്പോൾ വളരെ ധൈര്യത്തിലേക്ക് പോകും. കാരണം കൂട്ടത്തിൽ കൂടിയിരിക്കുന്ന ആളുടെ ആത്മവിശ്വാസമാണ് കൂട്ടത്തിൽ പെടുന്നവർക്ക് ലഭിക്കുക. മനസ്സിലാക്കുക. നമ്മൾ കേട്ടിട്ടുണ്ട്, ചീത്ത കുട്ടികളോടൊപ്പം കൂട്ടുകൂടുന്ന നല്ല കുട്ടി കുറച്ച് കഴിയുമ്പോൾ ചീത്ത കുട്ടിയാവും, നല്ല കുട്ടികളോടൊപ്പം കൂട്ടുകൂടുന്ന ചീത്ത കുട്ടി കുറച്ച് കാലം കഴിയുമ്പോൾ നല്ല കുട്ടി ആവുമെന്നുള്ളൂ. ആരോടൊപ്പമുള്ള സഹവാസമാണ് ആ ആളാണ് നമ്മളെ മാറ്റുന്നത്. അപ്പം മനസ്സിലാക്കുക, നെഗറ്റീവ് ഫീലിംഗ് തരുന്ന മാതാപിതാക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ സഹോദരങ്ങളോ ആണ് നമ്മളോടൊപ്പം ഉള്ളെങ്കിൽ നമ്മുടെ മനസ്സിലും കുറച്ച് കഴിയുമ്പോൾ നെഗറ്റീവാണ് തോന്നുക. പിന്നെ അത് തരണം ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വളരെ 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 ബുദ്ധിമുട്ട് പിടിച്ചൊരു കാര്യമാണ്. പക്ഷെ നമ്മളോടൊപ്പം ആത്മവിശ്വാസവും മോട്ടിവേഷനും തരുന്ന ആളുകളാണ് കൂടെ ഉള്ളെങ്കിൽ
അല്ലെങ്കിൽ അത്തരം സുഹൃത്തുക്കളോടൊപ്പമാണ് നമ്മുടെ യാത്രയെങ്കിൽ ഒരു നെഗറ്റീവിനും ഒരു കാര്യത്തിനും നമ്മളെ മനസ്സുമായിട്ട് തളർത്താനായിട്ട് സാധിക്കില്ല. പക്ഷെ പൂരത്തിലുള്ളവർ ആരെയും മനസ്സുമായിട്ട് തളർത്താറില്ല. എപ്പോഴും എല്ലാവരോടും നല്ല കാര്യങ്ങൾ, അത് മോട്ടിവേഷൻ നൽകുന്ന കാര്യങ്ങൾ മാത്രമേ ഇവർ സംസാരിക്കാറുള്ളൂ. വാക്കുതർക്കങ്ങളും വഴക്കുകളും ഉണ്ടാവാറുണ്ടെങ്കിലും പ്രചോദനം നൽകുന്ന വാക്കുകളും കാര്യങ്ങളും മാത്രമേ പൂരത്തിലുള്ളവർ സംസാരിക്കാറുള്ളൂ. ചില ആളുകൾ അങ്ങനെയല്ല, വായ തുറക്കുന്നതും ചിന്തിക്കുന്നതും നെഗറ്റീവ് പറയാൻ വേണ്ടി മാത്രമായിരിക്കും. അങ്ങനെയുള്ള ആളുകളോട് പോലും ഇവരെ പരിചയപ്പെടുന്ന സമയത്ത് പോസിറ്റീവ് പറഞ്ഞ് അവരെ ഇവരുടെ പാതയിലേക്ക് കൊണ്ടുവരുന്ന ആളുകളാണ് പൂരം നക്ഷത്രക്കാർ. അതുപോലെ തന്നെ മറ്റുള്ളവർ കഴി ഇഷ്ടപ്പെടുന്നത് പറഞ്ഞു കലകളിലും സംഗീതത്തിലും അഭിരുചിയുണ്ട്. അപ്പോൾ കലകളിലും സംഗീതത്തിലും അഭിരുചി ഉള്ള ആൾക്ക് കലാകാരനാണെങ്കിൽ ഒരുപാട് പരിമിതികൾ കടക്കണം, സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും. അപ്പോൾ കലാപരമായി മുന്നോട്ട് പോകണമെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ മാതാപിതാക്കളുടെ, ബന്ധുക്കളുടെ, സഹോദരങ്ങളുടെ ഒക്കെ എതിർപ്പുകൾ അവഗണിച്ച് വേണം മുന്നോട്ട് പോകുവാൻ. അപ്പോൾ അങ്ങനെ പോകണമെങ്കിൽ തീർച്ചയായും ആ വ്യക്തിക്ക് മൈൻഡ് ഫിറ്റ് വളരെ കറക്റ്റ് ആയിരിക്കണം. എവിടെയെങ്കിലും വീക്കാണെങ്കിൽ കലാപരമായ പ്രവൃത്തിയിൽ ചെല്ലുകയില്ല. അതുപോലെ സ്റ്റേജ് പെർഫോമൻസ്, സിനിമ, സീരിയൽ, നാടകം, സെലിബ്രിറ്റി ലെവലിൽ 10 ആൾ കൂടുന്നതിന് നടുക്കുന്ന പ്രസംഗിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ആ വ്യക്തി ആരോടൊപ്പം സഹവാസം ചെയ്യണമെന്നുള്ളത് ആ വ്യക്തി തീരുമാനിച്ചെങ്കിൽ മാത്രമേ ധൈര്യമെടുത്ത് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റൂ. ആരെങ്കിലും പുറകോട്ട് വലിക്കുന്ന ആളുകളുണ്ടെങ്കിൽ പുറകോട്ട് തന്നെ പോകും. പക്ഷേ പൂര നക്ഷത്രത്തിൽപ്പെട്ടവർ അങ്ങനെ പുറകോട്ട് പോകാറുണ്ട്, അവരെ വീടങ്ങോട്ട് വിട്ടേക്കും. ഇതാണ് പദ്ധതി, അതാണ് പരിപാടി. ഉത്തരത്തിലുള്ളവരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പുറകോട്ട് വലിക്കുന്നത് കാണുമ്പോൾ ആ ഭവനം അങ്ങോട്ട് ഉപേക്ഷിക്കും. എന്നിട്ട് അവരുടെ പാട് നോക്കിപ്പോകും. മാതാപിതാക്കളുടെ കാര്യം അവർ നോക്കുന്നില്ല, ആരുടെ കാര്യം അങ്ങനെ നോക്കുന്നില്ല. ആ കാണുന്ന ഒരു പരിധി വരെ നമുക്ക് തെറ്റെന്ന് പറയാം. മറ്റൊരു വീക്ഷണകോണിൽ കൂടി നമ്മൾ നോക്കുവാണെങ്കിൽ ശരിയെന്ന് പറയാം. ഏത് തെറ്റ് ശരി എന്നുള്ളത് അവനവനാണ് തീരുമാനിക്കേണ്ടത്, മനസ്സിലാക്കിയിരിക്കും. അപ്പോൾ പൂര നക്ഷത്രമുള്ളവരും ചില സമയങ്ങളിൽ സ്വന്തം കൂടെ ഉള്ളവരെ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നവരാണ്, ഒന്നും നോക്കിയില്ല. അതുപോലെ ഉത്തരത്തിൽപ്പെട്ടവരും ചിലപ്പോൾ കൂടെ ഉള്ളവരെ ഉപേക്ഷിക്കാൻ വളരെയധികം പെട്ടെന്ന് തന്നെ തയ്യാറാവുന്നതാണ്. അതിന് പ്രത്യേകിച്ച് അവർ സെൻറ്റിമെൻസുകളോ കാര്യങ്ങളോ ഒന്നും കൽപ്പിക്കുകയില്ല. അതിനുശേഷം അവർ മുന്നോട്ട് വെച്ചടി അവരുടെ ലക്ഷ്യത്തിലേക്ക് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുകയും അവരുടെ ലക്ഷ്യത്തിൽ അവർ എത്തിച്ചേരുകയും ചെയ്യും. പക്ഷേ പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തിനു വേണ്ടിയായിരുന്നു ഞാൻ ജീവിച്ചതെന്നുള്ള ദുഃഖങ്ങളൊക്കെ ഇവർക്ക് ചില സമയങ്ങളിൽ തോന്നാറുണ്ട്. എങ്കിലും അവരവരുടെ വിജയത്തിൻ്റെ ലഹരിയിൽ സന്തോഷവാന്മാരാണ്. അതുപോലെ ഒരു കുലീനത്വം കാണിക്കുന്നവരാണ്, ആത്മാഭിമാനം സൂക്ഷിക്കുന്നവരാണ്. അഭിമാനത്തിന് കോട്ടം വരുന്ന ഒരു കാര്യം ഇവർ സംഭവിക്കുകയില്ല. എടാ പോടാന്നോ മറ്റു കാര്യങ്ങളോ ഒന്നും വിളിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വിളിക്കാൻ ഇട കൊടുക്കുന്ന രൂപത്തിലാവുകയില്ല ഇവരുടെ നിൽപ്പും നടപ്പും പോക്കും. ആഭരണങ്ങൾ ഉപയോഗിക്കുന്നവരാണ് പൂരത്തിലുള്ളവർ. സ്വർണ്ണ ആഭരണങ്ങൾ ഉപയോഗിക്കും, പുരുഷനാണ് സ്ത്രീയാണെങ്കിലും. അപ്പോൾ അവരുടെ കൈവശം മാലയുണ്ടാവും, മോതിരമുണ്ടാവും, കയ്യിൽ ചെയിൻ ഉണ്ടാവും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിൽക്കുന്ന നല്ല മുണ്ട്, അലക്കിത്തേച്ച ഉടുപ്പുകളോ ഇട്ടിട്ട് നിൽക്കുന്ന ഒരാളോട് ചെന്നിച്ച് താൻ എവിടെ പോകുന്നു എന്നൊന്നും ആരും ചോദിക്കുകയില്ല. കണ്ടിട്ടില്ലല്ലോ ഇവിടെ, നിങ്ങൾ ആരാണ്, ബഹുമാനത്തോടു കൂടി ആളുകൾ സംസാരിക്കും. ഇടപെടലേ ബഹുമാനത്തോടു കൂടിയല്ല. പണമുള്ളയാളെ പോലെ നടക്കുന്നതുകൊണ്ട്, പണം പലിശയ്ക്ക് കൊടുക്കുന്ന ചില പ്രവർത്തികളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ആളുകൾക്ക് പൂര നക്ഷത്രമുള്ള ആളോട് ഭയമായിരിക്കും. അതുകൊണ്ട് തന്നെ ചെന്നേച്ച് ഇവിടെ പാടാ, ഇങ്ങോട്ട് പാടാ, താൻ എവിടെ പോകണം എന്ന രീതിയിലുള്ള ഇടപെടലുകളോ ഒന്നും പൂരത്തിലുള്ളവരോടോ ഉത്തരത്തിലുള്ളവരോടോ ഒന്നും നടത്തുകയില്ല. ചോദ്യയിലുള്ളവരോടൊന്നും ചെയ്യാൻ പോവുകയില്ല. അങ്ങനെ പോയി അപമാനിക്കാറില്ല. അപമാനം കിട്ടുന്ന നക്ഷത്രങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇവരെയൊന്നും കൂടുതലായിട്ട് പോയി അപമാനിക്കാറില്ല. തിരുവോണത്തിനെ അപമാനിക്കാൻ വലിയ പാടാണ്. പൂരത്തിനെ, ചോദ്യനെ, അതുപോലെ തന്നെ ഉത്തരത്തിനെ, അങ്ങനെയുള്ള ചില നക്ഷത്രങ്ങളെയൊന്നും പോയി പെട്ടെന്ന് അപമാനിക്കാൻ പറ്റുന്ന രീതിയിലല്ല, അവിട്ടത്തിനെ ഒന്നും പോയി അപമാനിക്കാൻ പറ്റുന്ന രൂപരീതിയിലല്ല അവർ നടപ്പും പോക്കും. അതുകൊണ്ട് എന്നുവെച്ചാൽ ആരും ചെന്നുവെച്ച് പെട്ടെന്ന് കടന്നുകയറ്റം നടത്തുകയില്ല. ബാക്കി ഉള്ള നക്ഷത്രക്കാരെല്ലാം, ഇവിടെ പറയാത്ത എല്ലാ നക്ഷത്രക്കാരെയും ജീവിതത്തിൽ അപമാനം കാത്തിരിക്കാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അപമാനപ്പെടും. പക്ഷേ ഇവരുടെ ലൈഫിലും ആദ്യകാലത്ത് അപമാനം ഉണ്ടായിരുന്നു, അതവർ മാറ്റിയെടുക്കും. പിന്നെ അവരെ അപമാനിക്കാനായിട്ട് ആരും അങ്ങനെ വരികയില്ല. അല്ലെങ്കിൽ അതുപോലൊരു ശത്രുവായിരിക്കണം, അതുപോലൊരു പൊരുത്തമില്ലാത്ത നക്ഷത്രമായിരിക്കണം, എങ്കിൽ മാത്രമേ ഉള്ളൂ. അതുപോലെ ചില സമയങ്ങളിൽ സദ്ബുദ്ധിയുള്ള ആളുകളാണ്. സദ്ബുദ്ധി എന്ന് പറഞ്ഞാൽ നല്ല പ്രവൃത്തി പെട്ടെന്ന് തന്നെ ആലോചിച്ച് കുഴപ്പങ്ങളിലേക്ക് ചെന്ന് ചാടാത്ത തീരുമാനങ്ങളെടുത്ത് അതിനുവേണ്ടി തന്ത്രങ്ങൾ തയ്യാറാക്കി പെരുമാറുന്ന ആളുകളാണ് പൂര നക്ഷത്രക്കാർ. നേതൃത്വ പാഠമുണ്ട് ഇവർക്കും. കൂടുതലായിട്ട് ആളുകളെ അനുസരിപ്പിക്കാനുള്ള കഴിവുണ്ട്. നേതൃത്വം നിൽക്കുക, ഒരു ടീം ലീഡറായി നിൽക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം പൂര നക്ഷത്രക്കാർ ചെയ്യും. ആജ്ഞാശക്തിയുണ്ട്. നേതൃത്വ പാഠം മാത്രം പോരാ, നമുക്ക് ആജ്ഞാശക്തി കൂടി വേണം, എങ്കിലേ ആളുകൾ നമ്മളെ അനുസരിക്കും. നമ്മൾ നേതാവാണെങ്കിൽ ആ നേതാവിനെ വെളിക്കള വേറെ ആളെ നേതാവാക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ചെറിയൊരു കൂട്ടായ്മയാണെങ്കിലും ചെറിയൊരു യൂണിയൻ ആണെങ്കിൽ പോലും നമുക്കറിയാം, ഒരാൾ നേതാവായി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ആൾ എന്തോ ഭാഗ്യം കൊണ്ട് നേതാവായാലും ഒരാഴ്ച കൂടുതൽ നേതാവായിരിക്കാമെന്ന് സഹായിക്കില്ല, അതിനോടുള്ള ജനങ്ങൾ അവിടുന്ന് ചാടിക്കും. പക്ഷേ ആജ്ഞാശക്തിയും നേതൃത്വ പാഠവും കൂടി ഉള്ള ആളാണെങ്കിലേ നേതാവാൻ നമുക്ക് സഹായിക്കുകയുള്ളൂ. പിന്നെ എല്ലാ കാര്യങ്ങളും സ്വാർത്ഥമായ മുന്നോട്ട് പോകണമെന്നുള്ള ചിന്താഗതി പൂരത്തിനുള്ളതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ വീടൊക്കെ വിട്ട് മാറുമ്പോൾ ഇപ്പോൾ അന്യമതത്തിൽപ്പെട്ട ഒരു സ്ത്രീയോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായും മതമോ ജാതിയോ ഒന്നും നോക്കാതെ വിവാഹം കഴിക്കാനുള്ള ധൈര്യവും കൂടി കാണിക്കുന്ന ആളുകളാണ്
പൂര നക്ഷത്രക്കാർ ചില പാതക്കാർ ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ചിലപ്പം വിവാഹ മോചനങ്ങളിലൊക്കെ എത്തിയെന്ന് വരും. അങ്ങനെയും ചില സംഭവങ്ങൾ പൂര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്, ചില ആളുകളുടെ ജീവിതത്തിൽ മാത്രം. അതുപോലെ ജീവിതം വളരെ ആസ്വദിക്കുന്നവരാണ്, ആകർഷമായ വ്യക്തിത്വമുള്ളവരാണ്, സാമ്പത്തികമായി വളരെയധികം യോഗങ്ങൾ ലഭിക്കുന്നവരാണ്, സാമർഥ്യം കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരാണ്, സൗന്ദര്യവും ആവശ്യത്തിനുള്ള ആളുകളാണ്, സൂക്ഷ്മമായ ബുദ്ധിയുള്ളവരാണ്. സൂക്ഷ്മ ബുദ്ധി എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മമായ രീതിയിൽ ഒരാളെ നോക്കി പഠിച്ച് ഒരാളുടെ ക്യാരക്ടർ മനസ്സിലാക്കി ആ ഒരു രീതിയിൽ മുന്നോട്ട് നീങ്ങുന്ന ആളുകളാണ് പൂരനക്ഷത്രമുള്ളവർ. പൊരുത്തമുള്ള ആളുടെ മുന്നിൽ ചെന്നാലും പൊരുത്തമില്ലാത്ത ആളുടെ മുന്നിൽ ചെന്നാലും ഇവരൊരു പ്രത്യേക നയമാണ് മുന്നോട്ട് വെക്കുക. പൊരുത്തമുള്ള ആളുകൾ ആരൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ രേവതി പൊരുത്തമുണ്ട്, ഉത്തരം പൊരുത്തമുണ്ട്, അശ്വതി പൊരുത്തമുണ്ട് തുടങ്ങിയ നക്ഷത്രങ്ങളെല്ലാം പൊരുത്തമുള്ളതാണ്. അതുപോലെ തന്നെ പൊരുത്തമില്ലാത്ത കുറച്ച് ആൾക്കാരാണ് പൂരാട നക്ഷത്രം. അങ്ങനെ കുറേ നക്ഷത്രങ്ങൾ പൂരവുമായിട്ട് പൊരുത്തമില്ല. അപ്പോൾ പൂരാട നക്ഷത്രമുള്ള ആളോട് ചിലപ്പോൾ വിദ്വേഷം പൂരത്തിന് തോന്നിയാലും പക്ഷെ നേരിട്ട് കാണുന്ന സമയത്ത് വളരെയധികം സ്നേഹപ്രകടനത്തെയായിരിക്കാം സംസാരിക്കുക. അങ്ങനെയുള്ള ഇടപെടലുകളും നയപരമായ ഇടപെടലുകളും ഇവർ ചെയ്യുന്നതാണ് ജീവിതത്തിൽ. അതവരുടെ പ്രത്യേക ഒരു പാഠവുമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് സെയിൽസ് പോലുള്ള കാര്യങ്ങളോ സെയിൽസിന് ഇവർ നിൽക്കാറില്ല. എന്തെങ്കിലും ഇടനിലയായിട്ട് ബ്രോക്കറായിട്ട് നിൽക്കുകയാണെങ്കിൽ ഏത് നക്ഷത്രക്കാരനും ഏതൊരു സാധനം വ്യാപാരം തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യിച്ച് ബിസിനസ് വിജയിപ്പിക്കാനുള്ള കഴിവ് ഇവർക്ക് കൂടുതലാണ്. ഇവർക്ക് തൊഴിലുകൾ പറയുന്നത് ഇവർക്ക് കൂടുതൽ യാത്രകൾ ഇഷ്ടമാണ്. അതുകൊണ്ട് ടൂറിസം മേഖലകൾ ഇവർക്ക് ഇഷ്ടമാണ്. അതുപോലെ ട്രാൻസ്പോർട്ടിങ്, വാഹനം ഓടിച്ചുകൊണ്ട് പോയി എന്തെങ്കിലും സാധനങ്ങൾ എവിടെയെങ്കിലും എത്തിക്കുന്ന ചില ബിസിനസ്സുകൾ എടുക്കാൻ ഇവർക്ക് താല്പര്യമുണ്ട്. ഡ്രൈവർ എന്ന നിലയിൽ മാത്രമല്ല, ആദ്യകാലത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും വാഹനത്തിന് ഉടമയായി തീരാൻ ഇവർ ശ്രമിക്കുകയുള്ളൂ. അതുപോലെ സംഗീതം എന്ന് പറയുന്ന ഒരു കാര്യം ഇവർക്ക് വളരെ ഇഷ്ടമാണ്. ഹോട്ടൽ ജോലികൾ ഇവർ ചെയ്യാൻ ചിലപ്പോൾ താല്പര്യം, സ്വന്തമായി ഹോട്ടൽ ഇട്ടെന്ന് വരും. ഉപ്പ് തുടങ്ങിയ കാര്യങ്ങൾ വിൽക്കുന്ന വ്യവസായങ്ങൾ ചെയ്യാൻ ഇവർക്ക് താല്പര്യമുണ്ട്. വാഹനങ്ങളുമായി ബന്ധപ്പെട്ട ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, മ്യൂസിയം പോലുള്ള പല കാര്യങ്ങൾ, പുരാവസ്തുക്കൾ ശേഖരിച്ച് കൂട്ടുന്ന ചില സ്വഭാവങ്ങളും ചിലർക്കുണ്ട്. മ്യൂസിയം പോലുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്ന അതിൻ്റെ എന്തെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ കയറിയിരിക്കാൻ ഇവർക്ക് ഭാഗ്യമുണ്ട്. കായിക രംഗം ഇവർക്കുണ്ട്. എല്ലാ പൂരക്കാർക്കും ഇല്ല. പൂരത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ചിലർക്ക് കായികമായി നല്ല ബന്ധമുണ്ട്. ആയില്യത്തിലുള്ള സ്ത്രീകൾക്ക് കായികമായി ബന്ധമുണ്ട്. അതുപോലെ തന്നെ തിരുവാതിരയുള്ള സ്ത്രീകൾക്ക് കായികമായി ബന്ധമുണ്ട്. രേവതിയിലുള്ള സ്ത്രീകൾക്ക് കായികമായി ബന്ധമുണ്ട്. ചതയം ഉള്ള സ്ത്രീകൾക്ക് കായികമായി ബന്ധമുണ്ട്. പൂരുരുട്ടാതിയുള്ള സ്ത്രീകൾക്ക് കായികവുമായി ബന്ധമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ അശ്വതിയിലുള്ള സ്ത്രീകളിലാണ് യോഗ പോലുള്ള കാര്യങ്ങൾ നടത്താനുള്ള കായികവുമായി ചിലർക്ക് ബന്ധമുണ്ട്. എല്ലാവർക്കും അല്ല. പക്ഷെ പൂരത്തിലുള്ള സ്ത്രീകൾക്ക്, ആയില്യത്തിലുള്ള സ്ത്രീകൾക്ക് തുടങ്ങിയവർക്ക് കായികമായി കൂടുതൽ മുൻപന്തിയിൽ നിൽക്കാൻ സാധ്യത കൂടുതലാണ് ഉത്തരത്തിലുള്ളവരും. അപ്പോൾ കൂടുതൽ കായികമായ ക്ഷമത, ശക്തി തുടങ്ങിയവ കൂടുതലായി ലഭിക്കും ഉത്തരട്ടാതിയുള്ളവരും. കായിക രംഗമാണ് സ്ത്രീയും പുരുഷനും കൂടുതലായിട്ട് വരിക. കായികമായ ശക്തി കൂടുതലാണ്. പിന്നെ അപ്പോൾ ഇവർക്ക് പൂരത്തിലുള്ള സ്ത്രീകൾക്കും പൂർണ്ണമായും കായികം, അത് ഗുസ്തി പോലുള്ള കാര്യങ്ങൾ, പഞ്ചഗുസ്തി, ഇടിപിടി, വാൾപ്പയറ്റ് തുടങ്ങിയ കാര്യങ്ങൾ പോലുള്ള റിസ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള താല്പര്യവും ധൈര്യവും സ്ത്രീകൾക്കുണ്ട്, പുരുഷന്മാർക്കുമുണ്ട്. പക്ഷേ പുരുഷന്മാരിൽ പാദവ്യത്യാസമുണ്ടെങ്കിൽ കായിക രംഗം ഇവർ എടുക്കാറില്ല. കായികത്തിൻ്റെ അധ്യാപകരാകാനും അല്ലാതെ സ്കൂൾ അധ്യാപകരാകാനും മറ്റ് വിഷയങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകരാകാനും ഇവർക്ക് സാധിക്കും. അതിനുള്ള കഴിവ് ഇവർക്കുണ്ട്. കണ്ണാടി വ്യവസായം എന്ന് പറയുമ്പോൾ മുഖത്ത് വെക്കുന്ന കണ്ണടയുണ്ട്, മറ്റ് കണ്ണാടികളുണ്ട്, അതുപോലെ തന്നെ ഗ്ലാസ് ഹൗസുകളുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങൾ ജോലി ചെയ്യുകയല്ല, ഉടമകളായി തീരാനുള്ള കഴിവ് വരെ പൂര നക്ഷത്രത്തിലുള്ളവർക്ക് ഉണ്ട്. അപ്പോൾ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് ഈ ഉത്തരത്തിനും പൂരത്തിനും ഒക്കെ. ഇനിയും നമ്മൾ നക്ഷത്രങ്ങളെ പറ്റി വിശകലനം ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നുണ്ട്. ഉത്തര നക്ഷത്രക്കാരെ പൊരുത്തമുള്ള നക്ഷത്രങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ ചോദ്യ നക്ഷത്രമായിട്ട് പൊരുത്തമുണ്ട്, പൂരാട നക്ഷത്രമായിട്ട് പൊരുത്തമുണ്ട്, രേവതിയുമായിട്ട് സമനിലയാണ്. ചില സമയം ചില ഗ്രഹനിലയ്ക്ക് പൊരുത്തമില്ല, ചിലതിന് പൊരുത്തമുണ്ട്. പാദവ്യത്യാസം അനുസരിച്ച് പൂരമായിട്ട് ചില ഗ്രഹനിലയ്ക്ക് പൊരുത്തമുണ്ട്. അങ്ങനെ ചില നക്ഷത്രമായിട്ട് പൊരുത്തമുണ്ട്. വേറെക്കായിട്ട് പൊരുത്തം ഉത്തരത്തിൻ്റെ തിരുവാതിരയായിട്ട് പൊരുത്തമില്ല, അശ്വതിയായിട്ട് പൊരുത്തമില്ല, അങ്ങനെയുള്ള ചില നക്ഷത്രങ്ങളുമായിട്ട് പൊരുത്തമില്ല. അങ്ങനെ ചില നക്ഷത്രങ്ങളുമായിട്ടൊന്നും അവർക്ക് പൊരുത്തമില്ല. പക്ഷേ ഇവർക്ക് ഒരുപാട് ആളുകളുടെ സുഹൃത്ത് ബന്ധങ്ങൾ ലഭിക്കും. പൊരുത്തമില്ലാത്ത നക്ഷത്രങ്ങളുടെ ലിസ്റ്റിൻ്റെ നേരത്തെ ഒരു വീഡിയോ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഏതാണ്ട് 9, 10, 11 നക്ഷത്രങ്ങളുമായിട്ടാണ്ട് പൊരുത്തമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ചില നക്ഷത്രങ്ങളൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. ഉത്തരത്തിന് അങ്ങനെയാണെന്നാണ് എനിക്ക് സംശയം തോന്നുന്നത്. ഞാൻ കൃത്യമായിട്ട് പിന്നെ അനലൈസ് ചെയ്തിട്ട് ഇതേപ്പറ്റി പറയാം. ഒരുപടി പറഞ്ഞിട്ടുണ്ട് പൊരുത്തമില്ലാത്ത നക്ഷത്രങ്ങൾക്ക്. കൂടുതൽ ഉത്തരം ഉള്ളതുകൊണ്ടാണ് കൂടുതൽ ഉത്തരത്തിന് അനുഭവിക്കേണ്ട ചില സംഭവങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ ഉത്രാട നക്ഷത്രത്തിനും പൊരുത്തമില്ലാത്ത നക്ഷത്രങ്ങൾക്ക് ചില എണ്ണക്കൂടുതലുണ്ട്. അശ്വതി നക്ഷത്രത്തിന് എണ്ണക്കൂടുതലുണ്ട്. രേവതി നക്ഷത്രത്തിന് സമനിലയാണ്. ഏറ്റവും കൂടുതൽ പൊരുത്തമുള്ള നക്ഷത്രങ്ങളുള്ള നക്ഷത്രമാണ് പൂരാട നക്ഷത്രം.
അതുകൊണ്ട് തന്നെ ഇവരെ എല്ലാവരും സ്വീകരിക്കുകയും ചെയ്യും. അങ്ങനെ ചില ഗുണങ്ങൾ ചിലർക്ക് പോരാട്ടത്തിന് കിട്ടുന്നുണ്ട്. അങ്ങനെ നക്ഷത്രങ്ങളുടെ പൊരുത്തത്തിൻ്റെ ഗാനം പറഞ്ഞ സമയങ്ങളിൽ ഞാൻ കൂടുതലായി പറ്റി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 60% ഇത്രയ്ക്ക് മതി. ഇപ്പോൾ നമുക്കിപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് ഏകദേശം ഒരു 9-8 നക്ഷത്രത്തോളം ഉത്തരത്തിന് പൊരുത്തമില്ല എന്ന് നമുക്കങ്ങോട്ട് വെക്കാം. എന്നാലും ഇവരുടെ മാന്യമായ പ്രവർത്തികൾ കൊണ്ട് 27 നക്ഷത്രക്കാരെയും വരുതിയിലാക്കാനുള്ള കഴിവ് 27 എന്നീ ഉദ്ദേശിച്ച് മുന്നിൽ വരുന്ന ഉത്തരംകാരെ കൂടിയാണ്. അതുപോലെ തന്നെ പൂര നക്ഷത്രക്കാരും. അപ്പോൾ അങ്ങനെ എല്ലാ നക്ഷത്രങ്ങളും എങ്ങനെയൊക്കെ നമ്മൾ നോക്കിയെന്ന് പറഞ്ഞാൽ ഈ പൊരുത്തമുള്ള ആളുകളാണെങ്കിലും നമ്മളോട് ചിലപ്പം വഴക്കുണ്ടാകും. ഇപ്പോൾ അശ്വതിയും രോഹിണിയും തമ്മിൽ നല്ല പൊരുത്തമാണ്. പക്ഷേ ഒരു വഴക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ രോഹിണിയിലുള്ള ആളുകൾ ഭയങ്കരമായിട്ട് വീട്ടും. അതാണ് പ്രത്യേകത. അതുപോലെ രേവതിയുമായിട്ട് വളരെയധികം അശ്വതിക്ക് പൊരുത്തമുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു വഴക്ക് വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര വാക്കുതർക്കത്തിലും പ്രശ്നങ്ങളിലും കയ്യങ്കളിയിലും പോകാറുണ്ട്. പൂരാടവുമായിട്ട് പൊരുത്തവുമല്ല ശത്രുവുമല്ലാത്ത ഒരു ലിസ്റ്റിലാണ് അശ്വതി നിൽക്കുന്നത്. പക്ഷേ എങ്കിലും പൊരുത്ത വ്യത്യാസങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ വാക്കുതർക്കങ്ങളുണ്ടാകും. പൊരുത്തമുണ്ടെങ്കിലും വാക്കുതർക്കങ്ങളുണ്ടാകും, ചില പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഭരണിയുമായിട്ട് ഭയങ്കര പൊരുത്തമാണ്. പക്ഷെ ഭരണിയിലുള്ള അവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പോൾ അശ്വതിയുടെ ഒരു പൊരുത്തത്തെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഭരണിയിലുള്ള പുരുഷന് വാക്കുതർക്കം ഉണ്ടാകും. ഭരണിയിലുള്ള സ്ത്രീയുമായിട്ടാണ് പൊരുത്തം. പുരുഷനാണെങ്കിൽ സ്ത്രീയാണ് അശ്വതിയിലാണെങ്കിൽ പുരുഷനുമായിട്ട് പൊരുത്തം. അവിടെ അല്ലാത്ത രീതിയിൽ ഭരണിയുള്ള പുരുഷനെ അശ്വതിയുള്ള പുരുഷൻ കാണാനാണ് വാക്കുതർക്കം. അങ്ങനെയുള്ള ഭരണിയിലുള്ള സ്ത്രീ അശ്വതിയുള്ള സ്ത്രീയെ കാണുകയാണ് വാക്കുതർക്കം. അങ്ങനെ രീതിയിലാണ് പോകുന്നത്. രേവതിക്കും ഇതേ പരിപാടിയുണ്ട്. ചതയത്തിൽപ്പെടുന്ന പുരുഷനെ രേവതി സ്ത്രീയാണെങ്കിൽ താല്പര്യപ്പെടും. അതുപോലെ തന്നെ ചതയം ആണ് സ്ത്രീയെങ്കിൽ രേവതിയിൽപ്പെടുന്ന പുരുഷനെയാണ് ഇഷ്ടപ്പെടുക. അത് സമാസമം. സ്ത്രീകൾ തമ്മിലാണ് ഇഷ്ടപ്പെടുന്നില്ല, പുരുഷന്മാർ തമ്മിലാണല്ലോ ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെ പുരാടം കാണുകയാണെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല. അശ്വതി കാണുകയാണെങ്കിൽ ചില സമയങ്ങളിൽ ഇഷ്ടപ്പെടാറില്ല. അശ്വതി പുരുഷന്മാരാണെങ്കിൽ ചില സമയം താല്പര്യ കുറവുകൾ തന്നെയാണ് സംഭവിക്കുക, പൊരുത്തമുള്ള നക്ഷത്രമാണെങ്കിൽ. തിരുവാതിര മൂലം ഇതെല്ലാം പൊരുത്തമുണ്ട്. തമ്മിൽ പുരുഷനും തന്നെ സ്ത്രീ ആണെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. അവർ തമ്മിൽ പൊരുത്തത്തോടെ യോജിക്കും. തിരുവോണവും ഞാൻ പറഞ്ഞു എല്ലാ നക്ഷത്രക്കാരുമായിട്ട് ഒരേ രീതിയിൽ പോകുന്ന ആളുകളാണ്. എങ്ങനെയാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആർജിച്ചെടുത്ത സ്വഭാവമാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. ഏത് നക്ഷത്രമാണെങ്കിലും നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു ഭിക്ഷക്കാരന് പോലും ഒരു നക്ഷത്രമുണ്ട്. നമ്മൾ കാണുന്ന കോടീശ്വരനായ കാറിപ്പോകുന്ന വലിയ കോടീശ്വരന് ഒരു നക്ഷത്രമുണ്ട്. നമ്മുടെ സ്ഥാപനത്തിൽ നമ്മൾ നിൽക്കുന്ന നമ്മുടെ സ്റ്റാഫിനൊരു നക്ഷത്രമുണ്ട്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഉടമയ്ക്കൊരു നക്ഷത്രമുണ്ട്. പക്ഷേ എല്ലാവരും എന്താണ്, പണത്തിൻ്റെ തട്ടിൽ നമ്മളോട് ഒരകലം വെച്ചിട്ടുണ്ടാകും. ആരും നമ്മളെ ഭവനത്തിലേക്ക് ക്ഷണിച്ച് കയറ്റാറില്ല. നമുക്കറിയാം, നമ്മളവിടെ പുറത്തുള്ളവരാണെന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്ന് നമ്മളെ കെട്ടിപ്പിടിക്കുകയില്ല. നമ്മളെ കയ്യെ പിടിച്ച് ഇനി നീ ഒന്നും ചെയ്യേണ്ട, ഒരു പണിയും ചെയ്യേണ്ട, ഇവിടുന്ന് ഭക്ഷണം കഴിച്ചോ എന്ന് പറഞ്ഞാൽ ആരും ഭക്ഷണം കഴിയത്തില്ല. ഈ ലിമിറ്റുകളെല്ലാം വെച്ചിട്ടാണ് മനുഷ്യൻ്റെ ജീവിതം പോകുന്നതെന്നും കൂടി മനസ്സിലാക്കുക. പൊരുത്തമുണ്ട് എന്ന് പറഞ്ഞാലും ചെറിയൊരു താല്പര്യമോ മനസ്സിൽ വരികയുള്ളൂ. അല്ലാതെ അവിടുന്ന് കൊട്ടാരം വിട്ട് നമ്മുടെ അടുത്തേക്ക് ഒരാൾ വരുന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ കണ്ടിട്ടുണ്ട് ചില ഏറ്റവും ഒരു ജോലിയുമില്ലാത്ത ആളുടെ കൂടെ വലിയ പണമുള്ള പെൺകുട്ടികൾ ഇറങ്ങിപ്പോയെന്നും അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത്രയ്ക്ക് പൊരുത്തവും അത്രയ്ക്ക് ജാതകവും ഗ്രഹനിലയും അവർ തമ്മിൽ യോജിച്ചു പോയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്വാർത്ഥ താല്പര്യത്തിന് അങ്ങനെ സംഭവിച്ചാന്ന് കരുതുക. അങ്ങനെയൊക്കെ നമ്മൾ ചില കേട്ടുകേൾവികൾ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണേലും മനുഷ്യൻ്റെ ജീവിതം പോകുന്നതെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു രീതിയിലാണ് പോകുന്നത്. ഇനി വേറെ ഞാൻ മുമ്പ് പറഞ്ഞിരുന്ന ഒരു വീഡിയോയിലൊരു കാര്യം കൂടി ഒന്നുകൂടി 60% നിങ്ങളോട് പറയുകയാണ്. ഇനി ഞാൻ 60% കൂടുതൽ വിഷയങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മറുകൾ വരുന്ന ഒരു കാര്യം പറ്റി ഞാൻ സംസാരിച്ചിരുന്നു. ഞാൻ പറഞ്ഞു കാൽപാദത്തിൻ്റെ ലക്ഷണം, കാൽപാദത്തിൻ്റെ അടിയിലുള്ള വരകളെ പറ്റിയൊക്കെ നമ്മൾ ഭാവിയിൽ, ഇപ്പോഴല്ല ഭാവിയിൽ നമ്മൾ വീഡിയോകൾ ചെയ്യും. അതുപോലെ തലമുടിയുടെ ഉയരം, തലമുടിയുടെ രൂപം, തലയുടെ ഷേപ്പ്, ചെവിയുടെ ഷേപ്പ് എല്ലാം പറഞ്ഞ് നമ്മൾ ലക്ഷണശാസ്ത്രങ്ങൾ ഇനി വരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഒരു കാര്യം കൂടി ഒന്നുകൂടി പറയുകയാണ് ഇവിടെ. മറുകളുടെ രീതി. വലത് കയ്യിൽ മറുക് വരികയാണെങ്കിൽ ആ മറുകൾക്ക് എണ്ണം കൂടുകയാണെങ്കിൽ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ധൈര്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇടത് കയ്യിലാണ് മറുകുള്ളെങ്കിൽ, ഇടത് കയ്യിൽ കൂടുതൽ മറുകൾക്ക് എണ്ണം കൂടുകയാണെങ്കിൽ അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ധൈര്യമല്ല ഉണ്ടാവുക, ചെറിയൊരു ഭയമാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ വലത് കൈയുടെ ഈ ഒരു ഭാഗത്താണ് മറുക് ഉണ്ടാവുന്നതെങ്കിൽ ആ വ്യക്തിക്ക് കൂടുതൽ ഐശ്വര്യം, ഈ ഒരു ഭാഗത്ത് ഇടത് കയ്യിലാണെങ്കിൽ കൂടുതൽ ഐശ്വര്യം. പക്ഷേ ഇടത് കയ്യിലാണെങ്കിൽ ധൈര്യക്കുറവ്, വലത് കയ്യിലാണെങ്കിൽ ധൈര്യവും ലഭിക്കും. അതുപോലെ മുഖത്ത് മറവ് വരും, ഈ ഒരു സൈഡിൽ മറവ് വരും, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വരും. വലതുവശത്ത് മറവ് വരികയാണെങ്കിൽ കൂടുതൽ സഹായങ്ങളും പ്രവർത്തികളും ചെയ്യുന്നവരും, ഇടതുവശത്താണെങ്കിൽ കൂടുതൽ സ്വാർത്ഥമായ പ്രവർത്തികൾ ചെയ്യുന്നവരുമാണ് മനസ്സിലാക്കുക. മുഖത്തെ മറുകിന് ഭയവുമായി ബന്ധമില്ല, കൈകളിലെ മറുകൾക്ക് മാത്രമേ ഭയവുമായി ബന്ധമുള്ളൂ. അതുപോലെ നെഞ്ചിൻ്റെ ഇടതുവശത്ത് ഈ ഒരു ഭാഗത്തായിട്ട് മറവ് വരികയാണെങ്കിൽ പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും അവർക്ക് ഐശ്വര്യമുണ്ട്. താഴേക്ക് വേറൻ്റെ ഭാഗത്തേക്ക് മറവുകൾ വന്നാലും ഐശ്വര്യമുണ്ട്. ഇടതുവശത്താണെങ്കിലും വലതുവശത്താണെങ്കിലും അതിൻ്റെ ഐശ്വര്യങ്ങൾ ലഭിക്കും.
അതുപോലെ വലതുവശത്തേക്ക് കൂടുതൽ മാറുകയാണെങ്കിൽ ആ വ്യക്തി ചെറിയ കള്ളത്തരങ്ങളൊക്കെ പറയാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുക. ചില സമയം പൊടിപ്പും തൊങ്ങലും വെച്ച വാക്കുകൾ പറയാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുക. മുഖത്ത് മറുക് എവിടെ വന്നെങ്കിലും വലിയ മറുകാണെങ്കിൽ ചില മറുകുകൾ വലിയതായിട്ട് എടുത്തു നിൽക്കും, വലിയൊരു കുരു മാതിരി ചിലപ്പോൾ എടുത്ത് നിൽക്കുന്നുണ്ടെങ്കിലും വലതുവശത്താണെങ്കിലും ഇടതുവശത്താണെങ്കിലും ചില സമയം കർക്കശമായ പ്രവർത്തികളും ദുഷ്ടപ്രവർത്തികളും ചിലപ്പോൾ ചെയ്യുന്ന സ്ത്രീകളും പുരുഷന്മാരുമായി തീരാനുള്ള സാധ്യത കൂടുതലുണ്ട്. സാധ്യത മാത്രം മനസ്സിലാക്കുക. മൂക്കിലും മറുക് വരുന്നുണ്ട്. മൂക്കിൻ്റെ ഫ്രണ്ടിലാണ് മറുക് വരുന്നതെങ്കിൽ ഇടതാണെങ്കിലും വലതാണെങ്കിലും ഇടതുവശത്ത് ആണ് ചെരിഞ്ഞിരിക്കുന്നത് സ്വാർത്ഥമായ ചില സ്വഭാവവും മുൻശുണ്ടിയും കോപവും കൂടിയിരിക്കും. വലതുവശത്താണെങ്കിൽ കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുകയും മുൻശുണ്ടിയും കോപവും കൂടിയിരിക്കും. അതുപോലെ മൂക്കിൻ്റെ ഈ വശത്തേക്ക് ചേർന്നിട്ടാണ് മറുകെങ്കിലും അതിപ്പോൾ രണ്ട് വശത്താണെങ്കിലും ദേഷ്യവും കോപമൊക്കെ ആ വ്യക്തിക്ക് ഒരുപോലെ ഉണ്ടാകും. പക്ഷേ ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്യാരക്ടറായി തീരുകയുള്ളൂ. മുഖത്ത് മറുകുകൾ വരുന്നതാണ് ഏറ്റവും ഐശ്വര്യമായിട്ട് നമുക്ക് പറയാനുള്ളത്. മറ്റ് ശരീരത്തിൽ എവിടെ മറുകുകൾ വന്നാലും അതെല്ലാം രഹസ്യ മറുകുകളാണ്. കാലിൻ്റെ തുടയിലേക്ക് മറുകുകൾ വരുന്നുണ്ട്, കാൽപാദത്തിൽ, കാൽവെണ്ണയിൽ, കണങ്കാലിൽ ഒക്കെ നമുക്ക് മറുകൾ വരുന്നുണ്ട്. അത് പാൻറ്റ് മറ്റ് ഡ്രസ്സുകൾ ഇടുമ്പോൾ അത് മറഞ്ഞു പോകും. എന്തെങ്കിലും ഒരു അത്യാവശ്യ സന്ദർഭത്തിൽ എന്തെങ്കിലും മുറിവുകൾ പറ്റുമ്പോൾ ഡോക്ടർമാരുടെ മുമ്പിൽ കാലുകൾ ഉയർത്തുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ മുറിവ് വെച്ചു കെട്ടാൻ നേരത്തൊക്കെ നമുക്ക് ആ ഭാഗങ്ങളിലുള്ള മറിവുകൾ കാണാൻ പറ്റും. അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളെ ഒരു ട്രീറ്റ്മെൻറ്റിനായി ചിലപ്പോൾ നമ്മുടെ വസ്ത്രം റിമൂവ് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ഉള്ളൂ നമുക്ക് ചില മറുകൾ കാണാൻ പറ്റും. ഇനി ഏറ്റവും വലിയ രസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുറത്തുള്ള മറുകൾ നമ്മൾ കണ്ണാടിയെ നോക്കി ശ്രദ്ധിച്ചിട്ടില്ല ജീവിതത്തിലെങ്കിൽ മറ്റുള്ളവർക്ക് മാത്രമേ കാണാൻ പറ്റൂ. നമ്മുടെ ശരീരത്തിൽ വരുന്ന പല അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ കണ്ണാടിയുടെ മുന്നിൽ നോക്കാൻ പറ്റാത്ത, തല തിരിച്ചാലും എത്താത്ത പൊസിഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മുടെ ജന്മകാലത്ത് നമ്മൾ കാണുകയില്ല. അത് ഐശ്വര്യം തരുന്ന ഒരു ചിഹ്നമാണെങ്കിൽ നമ്മുടെ ജീവിതം മുഴുവൻ ഐശ്വര്യം കിട്ടിക്കൊണ്ടിരിക്കും. അത് മോശമായ കാര്യങ്ങൾ വരുത്തുന്ന ഒരു ചിഹ്നമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില സമയം മോശമായ അനുഭവങ്ങൾ ഉണ്ടാകും. ഇതുകൊണ്ടാണ് ചില സമയം ഗ്രഹനിലയും ജ്യോതിഷവും ഒക്കെ വെച്ചിട്ട് നമ്മൾ ചില കാര്യങ്ങൾ കണ്ടെത്താത്തത്. എവിടെയെങ്കിലും അസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും ചില മറകുകളോ ദോഷമറകുകളോ ഒക്കെ ഉണ്ടായിട്ടായിരിക്കാം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ ചില ദോഷഫലങ്ങൾ ഉണ്ടാകുന്നത്. അതുപോലെ മാമ്പുള്ളി ചുണങ്ങ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് പുറത്ത് വരികയാണെങ്കിലോ എവിടെയെങ്കിലുമൊക്കെ വരികയാണെങ്കിലോ വളരെ ഐശ്വര്യവും ധനവും കീർത്തിയും ആ വ്യക്തിക്ക് ഉണ്ടാവുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. സാധാരണ ചുണങ്ങുകൾ വരിക എന്ന് പറയുന്നത് മോശമായ ഒരു കാര്യമാണ്. മുഖത്ത് വന്നു കഴിഞ്ഞാൽ വൃത്തികേടാണെന്ന് നമ്മൾ പറയാറുണ്ട്. പിന്നെ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാറുണ്ട്. പക്ഷേ ചില മാമ്പുള്ളി ചുണങ്ങുകളൊക്കെ മുഖത്തോ പുറത്തോ നെഞ്ചത്തോ ഒക്കെ ചിലരൊക്കെ പറയാറുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവർ സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, അവർ കളഞ്ഞിട്ടില്ലെങ്കിൽ വളരെയധികം രാജയോഗത്തിലേക്ക് അവർ പോകാറുമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയും അറിവുകൾ ഷെയർ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ മൈൻഡപ്പ് ചെയ്യുകയാണ്. ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളുകളാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യുക. താങ്ക് യു.